ഗുഡ് മോർണിംഗ്, അസ്സലാമു അലൈക്കും. എന്നെ കേൾക്കുന്നുണ്ടോ? ഓഡിബിൾ ആണ്. വലൈക്കും അസ്സലാം. ഓക്കെ. നമ്മളുടെ കമ്മ്യൂണിറ്റിയിൽ ആദ്യമായിട്ടാണ് നമ്മൾ രാവിലെ സെഷൻ വെക്കുന്നത്, ഒരു ഫ്രീ വെബിനാറൊക്കെ. അപ്പോൾ ഇപ്പൊ കുറെ മെസ്സേജസ് വരുന്നുണ്ട്, ഇത് രാവിലെ പത്രക്കാണോ? അപ്പൊ ഇവരൊക്കെ എന്താ വിചാരിച്ച രാത്രി പത്രക്കായിരിക്കുന്നോ? അപ്പൊ എല്ലാവരും രാത്രി പത്രക്കൊക്കെ ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്യുന്ന വലിയ വലിയ ആൾക്കാരാണെന്ന് മനസ്സിലായോ നമ്മളെ കമ്മ്യൂണിറ്റിയിൽ? അങ്ങനെ പീപ്പിൾ ആർ നോട്ട് അണ്ടർസ്റ്റാൻഡിങ് ഇങ്ങനെ രാവിലെയും സെഷൻ വരാമെന്ന്. രാവിലെ സെഷൻ വെക്കുന്നത് നല്ലതാണോ അതോ വേണ്ടാത്ത പണിയാണോ? ഒന്ന് പറഞ്ഞേ, എന്താണ് നിങ്ങളുടെ ഒരു അഭിപ്രായം? ആദ്യം അഭിപ്രായം അറിയാം, എന്നിട്ട് നമുക്ക് സെഷനിലേക്ക് കിടക്കാം. എന്താ നിങ്ങളുടെ അഭിപ്രായം? പറയൂ മക്കളെ. ഇറ്റ്സ് ഓക്കെ. ഇറ്റ്സ് ഓക്കെ. എനിക്ക് നസ്ല മാം, യു വർ ദർ ഇൻ ദ ബിഗിനിങ് ഇറ്റ് സെൽഫ്, റൈറ്റ്? വെരി ഗുഡ്, അടിപൊളിയാണ്. കോൺഫിഡൻസ് ഇസ് ദർ ഇൻ യുവർ ദാറ്റ് ഫോട്ടോഗ്രാഫ് ഇറ്റ് സെൽഫ്. ആ കണ്ണിലുണ്ട്. ബ്യൂട്ടിഫുൾ. ഇറ്റ്സ് ഓക്കെ. അപ്പൊ എന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മളെ കമ്മ്യൂണിറ്റിയിൽ ഇതുവരെ നമ്മൾ ചെയ്യാത്തത് കൊണ്ടായിരിക്കും ആർക്കും അതൊരു തലയിലേക്ക് പോയിട്ടില്ല, ഈ ഒരു ടൈമിങ്ങിന്റെ കാര്യം. അപ്പോൾ ലെറ്റ്സ് മൂവ് ഫോർവേഡ് ആൻഡ് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഇങ്ങനെ രാവിലെ കാണാം. അപ്പൊ എന്തായി, നമ്മളൊരു ചെറിയ ഗ്രൂപ്പും ആയിരിക്കും, നമുക്ക് നല്ല രീതിയിൽ ഇന്ററാക്ട് ചെയ്യാനും പറ്റും. ഒന്ന് എല്ലാവരും പറയോ, അവരവരുടെ സ്ഥലം പറയോ, എവിടുന്നാ നിങ്ങളൊക്കെ? ചെറിയൊരു ഗ്രൂപ്പ് ആയതുകൊണ്ട് നമുക്ക് ഇങ്ങനെയൊക്കെ സംസാരിച്ച് പോവാലോ. എവിടുന്നാണ് നിങ്ങളൊക്കെ? ടൈപ്പ് ചെയ്യോ, അല്ലെങ്കിൽ തുറന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, നമ്മൾ അത്ര പേരിലേ ഉള്ളൂ. യു ക്യാൻ ഓപ്പൺ യുവർ മ്യൂട്ട് മാറ്റിയിട്ട് എവിടുന്നാണ് എന്ന് പറയോ. ആക്ച്വലി ഞാൻ കോഴിക്കോടാണ്, പക്ഷെ കറന്റ് ചെന്നൈയിലാണ് താമസിക്കുന്നത്. ആരാണ്? നസ്ല മാം ചെന്നൈയിലാണ്. ഓക്കെ അതെ. ഓക്കെ. ഷെരീഫ മാം കാലിക്കറ്റ്, ഹമീഷ മാം കാലിക്കറ്റ്. എല്ലാവരും കാലിക്കറ്റ് ആണല്ലേ ഏകദേശം? ആണോ? ഇല്ല, ആരും ബാക്കിയുള്ളവർക്കൊന്നും പറയാൻ ഇഷ്ടമില്ല അവരുടെ നാടിനെ കുറിച്ചിട്ട്. കുഴപ്പമില്ല. ഇന്ന് നമ്മളെല്ലാവരും ഈ രാവിലെ ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നത് എന്തിനാണ് മക്കളെ? ഒന്ന് പറഞ്ഞേ, എന്തിനാണ് നമ്മൾ എല്ലാവരും ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നത്? പറയൂലേ? ലെറ്റ്സ് ഗോ ഇന്ററാക്റ്റീവ്. ഓക്കെ, എന്തുകൊണ്ടാണ് നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത്? ഇന്നത്തെ ടോപ്പിക് എന്താണ്? ഹൗ ടു കമ്മ്യൂണിക്കേറ്റ് കോൺഫിഡൻ്റ്ലി ഇൻ ഫ്രണ്ട് ഓഫ് ക്യാമറ, ആ ടോപ്പിക് ക്യാമറ. ഡിസ്കസ് ചെയ്യാൻ വേണ്ടി. അപ്പോ എന്നെ ആ കാര്യത്തിൽ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടോ? കുറച്ച് എന്തെങ്കിലുമൊക്കെ ഇവിടുന്ന് കിട്ടും എന്നുള്ള വിശ്വാസം നിങ്ങൾക്ക് ഉണ്ടോ? ഇല്ലാണ്ട് നിങ്ങൾ ഇവിടെ വരില്ലല്ലോ അല്ലേ? എന്ത് ചോദ്യം ഇത്! ഇവിടെ തലക്കിട്ട് കൊടുക്കണം എന്ന ചിന്തയുള്ളവര് ഒന്ന് കൈപൊക്കിയേ. എനിവേസ്, നമുക്ക് ആദ്യം അങ്ങനെയാണെങ്കിൽ എന്തിനാണ് നിങ്ങൾ ക്യാമറയിൽ സംസാരിക്കേണ്ട ആവശ്യം? ആദ്യം അതറിയാലോ. വൈ ഡു യു വോണ്ട് ടു സ്പീക്ക് ഓൺ ക്യാമറ? വൈ ഡു യു വോണ്ട് ടു സ്പീക്ക് ഓൺ ക്യാമറ? പറഞ്ഞേ, പറയൂടോ. എന്തിനാണ് ക്യാമറയിൽ നിങ്ങൾ സംസാരിക്കുന്നത് അല്ലെങ്കിൽ സംസാരിക്കേണ്ടത്? ചിന്തിക്കുകയാണോ? ഇപ്പൊ ചിന്തിക്കുകയാണോ നിങ്ങളെല്ലാരും? ഹലോ, കേൾക്കുന്നില്ലേ എന്നെ? ഇവിടെ പോയി എല്ലാരും. ഹലോ, എന്തിനാണ് നിങ്ങൾ എല്ലാവരും ക്യാമറയിൽ സംസാരിക്കേണ്ടത്? നിങ്ങൾക്ക് എന്തുകൊണ്ടാ തോന്നിയത് യെസ് ക്യാമറയിൽ സംസാരിക്കാൻ പഠിക്കാനുണ്ട്, പഠിക്കേണ്ട ഒരു ആവശ്യമുണ്ട് എന്ന് തോന്നിയത് എന്തുകൊണ്ട്? ഞാനൊരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. സോ അതിന് മുന്നോടിയായിട്ട് ഓക്കെ, ക്യാമറയിൽ സംസാരിച്ചാൽ കൊള്ളാമെന്നുണ്ട്. യെസ്, ഗുഡ്. അത് സത്യമാണ്. എന്തുകൊണ്ടാണ് നമ്മളിപ്പോൾ ക്യാമറയിൽ സംസാരിക്കുന്ന ഒരാളുടെ ഒരു ഇത് കിട്ടി? കാരണം നമ്മൾ ഏതൊരു സെഷൻ അറ്റൻഡ് ചെയ്യുമ്പോൾ നമുക്കൊരു ഇൻറ്റൻഷൻ ആവശ്യമുണ്ട്. കാരണം നമ്മൾ ഒരു ഇൻറ്റൻഷൻ വെച്ചിട്ട് ഒരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് വേണ്ട കാര്യം അതിൽ നിന്ന് കിട്ടുക. ഇല്ലെങ്കിൽ നമ്മൾ കഴിഞ്ഞാൽ പറയും എന്താ ഇപ്പം ഉണ്ടായേ, ഒന്നും മനസ്സിലായില്ലല്ലോ എന്നുള്ളൊരു ഫീലിംഗ് വരും. അപ്പോൾ നമ്മൾ ആ ഇൻറ്റൻഷൻ വെച്ചിട്ട് നമ്മളൊരു കോഴ്സിന് ജോയിൻ ചെയ്യുമ്പോൾ ഇല്ലെങ്കിൽ നമ്മളൊരു സെഷന് ജോയിൻ ചെയ്യുമ്പോൾ വാട്ട് ഈസ് ആക്ച്വലി ഹാപ്പണിങ്? നിങ്ങൾക്ക് അത് കിട്ടേണ്ടത് കിട്ടും, ഇല്ലെങ്കിൽ നമ്മൾ അത് നേടിയെടുക്കും. ഫോർ ദാറ്റ് ഐ എം ടെല്ലിങ് യു ടു കീപ് ദ ഇന്റൻഷൻ. ഓക്കെ, വൈ ഡു യു തിങ്ക് ദാറ്റ് നമുക്ക് ക്യാമറയിൽ സംസാരിക്കുമ്പോൾ അത്രക്ക് അങ്ങോട്ട് ശരിയാവുന്നില്ല എന്നൊരു ചിന്ത നമുക്കുണ്ട്?
എന്തുകൊണ്ടായിരിക്കും? വൈ ഡു യു ഫീൽ ഇറ്റ് ഡിഫിക്കൾട്ട്? എന്തുകൊണ്ടാണ് ഡിഫിക്കൽട്ടായി തോന്നുന്നത്? കുറച്ച് കാരണങ്ങൾ പറഞ്ഞുതരുമോ? എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ക്യാമറ ഫേസ് ചെയ്ത് സംസാരിക്കുമ്പോൾ കുറച്ച് ഡിഫിക്കൽട്ടി ഫീൽ ചെയ്യുന്നു? എന്തുകൊണ്ടാണ്? 1, കോൺഫിഡൻസ് ഇല്ലാത്തതുകൊണ്ട്. കോൺഫിഡൻസ് ഇല്ലാത്തതുകൊണ്ട്. 2, വേറെന്താണ്? സ്റ്റേജ് ഫിയർ. ഓക്കെ ഓക്കെ, വേറെ വേറെ മറ്റുള്ളവർ എന്തു പറയും? യെസ്. അടുത്തത് അടുത്തത് നമ്മൾ സംസാരിക്കാൻ പോകുന്ന ടോപ്പിക്കിനെ കുറിച്ച് നമുക്ക് കൃത്യമായിട്ടുള്ള ധാരണ ഇല്ലെങ്കിൽ ധാരണയില്ലെങ്കിൽ നമുക്കൊരു സംശയം തോന്നുമോ? യെസ്, വെരി ഗുഡ്. ഓക്കെ, നമ്മളിപ്പോൾ കുറേ പോയിന്റ്സ് കിട്ടി. ഇറ്റ്സ് വെരി ട്രൂ. അതിൽ ഏറ്റവും വലിയ കാര്യം, ഞാനിപ്പോൾ വീഡിയോ ഒക്കെ എടുത്തിട്ടാൽ അവരിപ്പോൾ എന്താ വിചാരിക്കുക എന്നുള്ളൊരു ചിന്ത തന്നെയാണ് ഏറ്റവും ഹൈയിൽ കിടക്കുന്ന ഒരു സംഭവം. ഇപ്പം എൻ്റെ സോഷ്യൽ മീഡിയ എടുത്ത് നോക്കിയാലും നിങ്ങൾക്ക് മനസ്സിലാവും, ആക്ച്വലി ഇൻ 2025, അതും ഏകദേശം ജൂണൊക്കെ കഴിഞ്ഞപ്പോഴാണ് എനിക്കൊരു കോൺഫിഡൻസ് കിട്ടിയത്. യൂട്യൂബിലൊക്കെ വീഡിയോസ് ഇടാം, ഇല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ കുറച്ച് വീഡിയോസ് ഒക്കെ ഇടാം എന്ന ഒരു കോൺഫിഡൻസ് എനിക്ക് കിട്ടിയത്. പാസ്റ്റ് 6 years ഐ എം ദെയർ ഇൻ ദിസ് ഫീൽഡ്. ഓക്കെ, ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ട്, സൂം മീറ്റിംഗ് ഒക്കെ നടത്തുന്നുണ്ട്, കുഴപ്പമില്ല. ദാറ്റ് ആൻഡ് ഓൾ ഇസ് നോ ഇഷ്യൂസ്. പക്ഷേ എൻ്റെതായ ഒരു വീഡിയോ ഇങ്ങനെ എടുത്തിട്ട്, ഹലോ ഗൈസ്, ഇന്ന് ആ ഒരു ഫീലിംഗ് ഉണ്ട്. അത് ആക്ച്വലി എനിക്ക് മാറിക്കിട്ടിയത് ഏകദേശം ഈ വർഷം ജൂൺ കഴിഞ്ഞിട്ടാണ്. വാട്ട് ആക്ച്വലി ഹാപ്പൻഡ് ഇസ്, ഒരു ദിവസം എനിക്ക് തന്നെ തോന്നി, ഒരു ചെറിയൊരു ഫ്രസ്ട്രേഷൻ തോന്നിയത് പോലെ തോന്നിയിട്ട് ഞാൻ തന്നെ എടുത്തിട്ട് ഒരു വീഡിയോ അങ്ങോട്ട് ഇട്ട്, ലെറ്റ്സ് സി എന്നുള്ള രീതിയിൽ. അപ്പോഴാണ് എൻ്റെ റിലേറ്റീവ്സ് തന്നെ എനിക്ക് വന്നിട്ട്, ഓ നീ നന്നായി ചെയ്യുന്നുണ്ടല്ലോ, കുഴപ്പമൊന്നുമില്ലല്ലോ, അടിപൊളിയായിട്ടുണ്ടല്ലോ, ആ ഒരു വേർഡ് കിട്ടിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അപ്പോൾ കുഴപ്പമില്ലല്ലേ. ആ ഒരു ഫീലിംഗ്, നമ്മൾ ആക്ച്വലി വാട്ട് വാസ് ഹാപ്പണിങ്, ഞാൻ ആവശ്യമില്ലാണ്ട് ഒരു ജഡ്ജ്മെന്റ് വെച്ചിട്ടുണ്ട്, വാട്ട് വിൽ ദേ തിങ്ക്. ബട്ട് വാട്ട് വിൽ ദേ തിങ്ക് എന്നുള്ള ചിന്ത നമ്മൾ വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് എ ഷുവർ കട്ട് തിങ്. നമ്മൾ ഒരിക്കലും ക്യാമറ ഫേസ് ചെയ്യാനുള്ള ധൈര്യം ഉണ്ടാക്കില്ല. കാരണം ക്യാമറയെ നോക്കുമ്പോൾ നമുക്കൊരു പേടി എന്തായാലും തോന്നും, ഇത് എവിടം വരെയാ പോവുക, ഇത് ആരാ ഇത് എന്നുള്ളൊരു ഫീലിംഗ് നമുക്കുണ്ട്. നെക്സ്റ്റ് തിങ് ഇസ്, നേരത്തെ പറഞ്ഞതുപോലെ നമുക്കൊരു കോൺഫിഡൻസ് കുറവുണ്ട്. വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൺ, എന്താ ഇപ്പൊ സംഭവിക്കുന്നേ? അടുത്തതാണ് സെൽഫ് കോൺഷ്യസ്. നമ്മൾ എന്നെ കാണാൻ കൊള്ളോ, ആ ക്യാമറയിൽ എന്നെ കാണാൻ എങ്ങനെ ഇരിക്കും, അത് ശരിയാവോ എന്നുള്ളൊരു ഫീലിംഗ് ഒക്കെ നമുക്ക് ഉണ്ടാവും. ദാറ്റ് ഈസ്, നമ്മൾ ഭയങ്കര കോൺഷ്യസ് ആണ്. ഇത് സ്റ്റേജിലും അത് തന്നെയാണ് കേട്ടോ. വൈ ഡു യു ഫീൽ സ്റ്റേജ് ഫിയർ? വൺ ഓഫ് ദ റീസൺ ഇസ് നമ്മൾ ഭയങ്കരമായിട്ട് നമ്മൾ സെൽഫ് കോൺഷ്യസ് ആവുക. എന്നെ കാണാൻ എങ്ങനെയുണ്ട്, എൻ്റെ എൻ്റെ കൈ കാല് എൻ്റെ കൈ വിറക്കുന്നു, കാല് മുട്ട് വിറക്കുന്നുണ്ടോ, അങ്ങനെ ഓവറായിട്ട് നമ്മൾ സെൽഫ് കോൺഷ്യസ് ആവുമ്പോഴാണ് നമ്മൾക്ക് ആ ഫിയർ വരുന്നത്. സെയിം തിങ് ഓൺ ക്യാമറ ഓൾസോ, വെൻ യു ആർ സ്പീക്കിംഗ്, നമ്മൾ വല്ലാണ്ട് സെൽഫ് കോൺഷ്യസ് ആയി കഴിഞ്ഞാൽ വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൺ? നമുക്കത് പറ്റില്ല. യു വിൽ ഹാവ് ദ ഫിയർ ടു സ്പീക്ക് ഓൺ ക്യാമറ. അടുത്തതാണ്, നമ്മൾ വേറൊരാളുടെ വീഡിയോ കണ്ടിട്ട് എന്ത് രസമായിട്ടാ അവരൊക്കെ സംസാരിക്കുന്നത്, അതേപോലെയൊന്നും എനിക്ക് പറ്റില്ല. യു സ്റ്റാർട്ട് കമ്പയറിങ് യുവർ സെൽഫ്. എന്നിട്ട് എന്ത് ചെയ്യും? അവരെ പോലെ ആവട്ടെ, ഞാനൊന്ന് പെർഫെക്റ്റ് ആവട്ടെ, എന്നിട്ട് വേണം എനിക്ക് ഒരു ക്യാമറ ഒക്കെ വെച്ചിട്ട് ഒരു യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയിട്ട് എനിക്ക് ക്യാമറയുടെ മുന്നിലിട്ട് സംസാരിക്കാൻ. എപ്പോഴും ഞാനൊന്ന് പെർഫെക്റ്റ് ആവട്ടെ. പെർഫെക്ഷൻ എന്ന് പറഞ്ഞൊരു സംഭവം ഇല്ല കേട്ടോ. പെർഫെക്ഷൻ എന്ന് പറഞ്ഞ സംഭവമേ ഇല്ല. ബിക്കോസ് ഇഫ് ഐ ആം ദ ലൈവ് എക്സാമ്പിൾ ഫോർ ഇറ്റ്. ഞാൻ എൻ്റെ തന്നെ പറയാം. ഇന്നലെ എനിക്കൊരു സെഷൻ ഉണ്ടായിരുന്നു, ഓഫ്ലൈൻ സെഷൻ. ഞാൻ ആദ്യമായിട്ട് ഓഫ്ലൈൻ സെഷൻ എടുക്കാൻ പോകുന്ന സമയത്ത് ഞാൻ ഏകദേശം 1 മാസം മുന്നേ തുടങ്ങും പ്രിപ്പറേഷൻ. ആദ്യം അങ്ങനെ പോകും, ഭയങ്കര വിഷ്വലൈസേഷനും. ആദ്യം ഞാൻ പോകുന്നു, മൈക്ക് കൊണ്ടുവരുന്നു, ഞാനിങ്ങനെ സംസാരിക്കുന്നു എന്നുള്ളൊരു ഫീലിംഗ് ഒക്കെ ആക്കിയിട്ട് ഭയങ്കര പ്രിപ്പറേഷൻ ആയിരിക്കും, 1 മാസത്തെ പ്രിപ്പറേഷൻ. എന്നിട്ടോ സ്റ്റേജിന്റെ മേലെ വിളിച്ചു കഴിഞ്ഞാല് വിത്ത് ഫുൾ കുറെ ടെക്നിക്സ് ഒക്കെ അറിയാലോ, ആ ടെക്നിക്സ് ഒക്കെ ഇങ്ങനെ യൂസ് ചെയ്തിട്ട് ഫുൾ ഫോഴ്സിൽ പോയിട്ട് സംസാരിച്ച് കഴിഞ്ഞ ഉടനെ വി ആർ ലൈക്ക്, ഹ്യൂ, ഓ അയ്യോ എൻ്റെ അമ്മ കഴിഞ്ഞു പഠിച്ചോനെ എന്നുള്ളൊരു ഫീലിങ്ങിലേക്ക് ഞാൻ പോക്കുണ്ടായിരുന്നു. പക്ഷെ ഇന്നലെ ഐ എം ലൈക്ക് തിങ്കിങ്, ഇന്നലത്തെ ഒരു സെഷന് ഞാൻ പ്രിപ്പയർ ചെയ്തത്
വെരി ഫാസ്റ്റ്. ലൈക്ക് എനിക്കറിയാം ഇതൊക്കെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്, ഇന്ന കാര്യങ്ങളാണ് ആവശ്യം, ഇത് ഇങ്ങനെ ചെയ്താൽ മതി, ഇങ്ങനെയാണ് അവർക്ക് ഇഷ്ടം, എൻ്റെ ഓഡിയൻസിന് ഇതാണ് താല്പര്യം ഉണ്ടാവുക. ഇതൊക്കെ എൻ്റെ തലയിലൂടെ ഓടി വന്നത് ഈസ് ബിക്കോസ് ഐ സ്റ്റാർട്ടഡ് ഈവൻ ബിഫോർ ഐ ബിക്കേം പെർഫെക്റ്റ്. ഞാൻ പെർഫെക്റ്റ് ആവട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്തില്ല എന്ന് വിചാരിക്കുക, ഇന്നും ഞാൻ അന്നത്തെ ആ പൊസിഷനിൽ തന്നെ ആയിരിക്കും. പക്ഷെ അന്ന് ഞാൻ സ്റ്റാർട്ട് ചെയ്തത് കൊണ്ട് ഇന്ന് ഞാൻ ബെറ്റർ ആയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ജീവിതത്തിൽ എപ്പോഴും നോക്കേണ്ടത് ഒരു പടി മേലെ നമ്മൾ പോകുന്നുണ്ടോ. ആം ഐ ബെറ്റർ ദാൻ യെസ്റ്റർഡേ? 1 degree ഷിഫ്റ്റ് എന്നൊക്കെ പറയും, നമ്മൾ മെൻറ്റർ പറയുന്ന ഒരു വേർഡാണിത്. 1 degree ഷിഫ്റ്റ് എവറി ഡേ. ഞാൻ ഇന്നലത്തേനെ കാട്ടി ബെറ്റർ ആണോ? നേരത്തെ ഞാൻ കമ്പാരിസൺ പറഞ്ഞു കേട്ടോ. നമുക്ക് കമ്പയർ ചെയ്യാം ആരുമായിട്ടെന്നറിയാം, നമ്മളായിട്ട്. 2024 ലൈലയേക്കാൾ ബെറ്റർ ആണോ 2025 ലൈല? അതെനിക്ക് കമ്പയർ ചെയ്യാം. പക്ഷെ ഡോണ്ട് കമ്പയർ യുവർ സെൽഫ് വിത്ത് അതേഴ്സ്. മനസ്സിലാകുന്നുണ്ടോ? ഡോണ്ട് കമ്പയർ യുവർ സെൽഫ് വിത്ത് അതേഴ്സ്. മറ്റുള്ളവരുമായിട്ട് നമ്മൾ കമ്പാരിസൺ നടത്തുമ്പോൾ ഉള്ള പ്രശ്നമാണ് വി ഗോ ഡൗൺ. നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ പോലും നമ്മൾ ചെയ്യാതാവും. സോ ഡോണ്ട് കമ്പയർ യുവർ സെൽഫ് ഓൺ അതേഴ്സ് വീഡിയോ ആൻഡ് തിങ്ക് അതേപോലെ പെർഫെക്റ്റ് ആവട്ടെ എന്നിട്ട് എനിക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ അണ്ടർസ്റ്റാൻഡ്, ഈ ക്യാമറയിൽ നോക്കാനുള്ള കോൺഫിഡൻസ് ഇല്ലായ്മ ഇസ് നോട്ട് ബിക്കോസ് നിങ്ങൾക്കത് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടോ നിങ്ങൾക്ക് ആ ടാലൻറ്റ് ഇല്ലാത്തത് കൊണ്ടോ ഒന്നുമല്ല. ഇറ്റ്സ് ലാക്ക് ഓഫ് ട്രെയിനിങ്. നിങ്ങൾക്ക് ട്രെയിനിങ്ങിൻ്റെ കുറവുള്ളത് കൊണ്ട് മാത്രമാണ്. ഇതുവരെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും പിടികിട്ടിയിട്ടുണ്ടോ? യെസ് ഓർ നോ? ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? യെസ് ഓർ നോ? മ്യൂട്ട് മാറ്റിയിട്ട് പറയാം കേട്ടോ. വി ആർ എ വെരി സ്മോൾ ഗ്രൂപ്പ് ഹിയർ. യെസ് ഓർ നോ ഒന്ന് പറയാം. ഞാൻ പറഞ്ഞതൊക്കെ പിടികിട്ടിയിട്ടുണ്ടോ? യെസ്. എന്താ ബാക്കിയുള്ളവർക്ക് പറയാനൊരു മടി? അതെന്താ അങ്ങനെ? ഞാനൊരു ചെറിയൊരു മൈൻഡ് ഷിഫ്റ്റ് ടെക്നിക്ക് പറഞ്ഞുതരാം കേട്ടോ. ഒന്ന് മൈൻഡ് ഷിഫ്റ്റ് ചെയ്യാൻ. ഏത്? ക്യാമറയോടുള്ള ആ ഒരു കോൺഫിഡൻസ് ഇല്ലായ്മയുള്ള ഒരു പ്രശ്നമില്ലേ, ആ ഒരു മൈൻഡ് നമുക്ക് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ടെക്നിക്ക് പറയണോ വേണ്ടയോ? ആർക്കും ഒരു ഉഷാറില്ലല്ലോ. രാവിലെ ആരും ചായ കുടിച്ചില്ലേ? ഒന്ന് കഴിച്ചില്ലാരും? നേരെ വന്ന് സെഷനിൽ ഇരിക്കുകയാണോ അതോ ഉറക്കപ്പിച്ചിലാണോ എല്ലാരും? യെസ് ഓർണോ? ഒന്ന് ഒച്ചപ്പാടുണ്ടാക്കിയോ? ഒന്നാമത് ആരും ക്യാമറയിൽ വരുന്നില്ല. ജസ്റ്റ് തിങ്ക്. But I'm sure at the end of the session, at least 2 people from here will be there on camera. കാരണം എന്താ? നമ്മൾ ഇന്ന് പഠിക്കുന്നത് how to become confident on camera ആണ് അല്ലേ? So one mind shift technique ആദ്യം തന്നെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ, ആദ്യം തന്നെ ഞാൻ പറഞ്ഞുതരാണ്. ഒന്ന്, നമ്മളുടെ ക്യാമറ നമ്മളെ മൊബൈലിലായാലും നമ്മളെ ലാപ്ടോപ്പിലായാലും നമുക്കൊരു ലെൻസ് ഉണ്ടല്ലേ, ആണോ? അതാണ് നമ്മളെ ക്യാമറ. ഇനി പോട്ടെ, പുറത്തുനിന്ന് ഒരാൾ നമ്മളെ ഫോട്ടോ എടുക്കുന്നു, അവിടെയും നമുക്കൊരു ലെൻസ് ഉണ്ട് അല്ലേ? ആ ലെൻസിനെയാണ് സത്യം പറഞ്ഞ് നമ്മൾ ഈ പേടിക്കുന്നത് അല്ലേ? നമ്മൾ പേടിക്കുന്നത് ആരെയാണ്? ആ ലെൻസിനെയാണ്. ആ ലെൻസിനെ നമ്മളുടെ ഫ്രണ്ടായിട്ട് കാണാം. നമ്മളുടെ ഒരു ഫ്രണ്ടാണ് അവിടെ നിൽക്കുന്നത്. നമ്മളുടെ ഒരു ഫ്രണ്ടാണ് അവിടെ നിൽക്കുന്നത്. യൂട്യൂബ് ചാനൽ എടുക്കുന്ന ആൾക്കാർ ഫസ്റ്റ് ചെയ്യുന്ന ഒരു ചെറിയൊരു ടെക്നിക്ക് ഉണ്ട്. ഒരുപാട് ടെക്നിക്സ് ആണ് കേട്ടോ നിങ്ങൾക്ക് ഇന്ന് കിട്ടാൻ പോകുന്നത്. സോ ബി അലേർട്ട്. ഓക്കെ, എഴുതി വെക്കുന്നൊക്കെ എഴുതി വെക്കാം. ചിലവർ ചെയ്യുന്ന ഒരു ടെക്നിക്ക് ഉണ്ട്. വാട്ട് ദേ ഡു ഇസ്, അവരൊരു ട്രൈപോഡ് വെച്ചിട്ട് മൊബൈലിൽ ക്യാമറ അവിടെ വെക്കും, അവിടുന്ന് ഷൂട്ട് ചെയ്യും. പക്ഷേ എനിക്ക് ആ ക്യാമറയിൽ നോക്കാൻ പേടിയുണ്ട് അല്ലേ? എനിക്ക് ക്യാമറയിലേക്ക് നോക്കാന് പേടിയുണ്ട്. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നറിയോ? വാട്ട് ദേ ഡു, അവിടെ അവരെ ക്യാമറ വെക്കും, എന്നിട്ട് ലാപ്ടോപ്പ് എടുക്കും. ലാപ്ടോപ്പ് എടുത്തിട്ട് ഇവിടെ ഇരിക്കും. സപ്പോസ് ഞാനിപ്പോൾ ലാപ്ടോപ്പിലാണ് സംസാരിക്കുന്നത്, ഞാൻ അവിടെ ഒരു മൊബൈൽ വെച്ചിട്ടുണ്ട്. എന്നാലോ എനിക്ക് ക്യാമറ നോക്കി സംസാരിക്കുക എന്ന് വെച്ചാൽ ഭയങ്കര കോൺഫിഡൻസ് ഇല്ലായ്മ. പക്ഷെ എൻ്റെ ഒരു ഫ്രണ്ടാണ് അവിടെ ഇരിക്കുന്നെങ്കിൽ നല്ല കോൺഫിഡൻസ് കൊണ്ട് ഞാൻ നന്നായിട്ട് സംസാരിക്കുന്ന, നന്നായിട്ട് നല്ല എഫേർട്ട് എടുക്കുന്ന ഒരാൾ കൂടിയാണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം എന്നറിയോ? ഒരു സൂം മീറ്റിംഗ് അറേഞ്ച് ചെയ്യാം. ആരുമായിട്ട്? എൻ്റെ സ്വന്തം സുഹൃത്തുമായിട്ട് ഒരു സൂം മീറ്റിംഗ് അറേഞ്ച് ചെയ്യാം. എന്നിട്ട് ഫ്രണ്ടിനോട് അവിടെ വന്നിരിക്കാൻ പറയാം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നറിയോ? ആ ക്യാമറയിലാണ് റെക്കോർഡിങ്, ഇവിടെ ഞാൻ സംസാരിക്കുന്നു. യെസ്, ടുഡേ വി ആർ ഗോയിങ് ടു സ്പീക്ക് ഓൺ ദിസ് ടോപ്പിക്. എന്നിട്ട് ഇങ്ങനെ നമ്മൾ എന്താണോ സംസാരിക്കാൻ പോകുന്നത് അത് ഞാൻ എൻ്റെ ഫ്രണ്ടിന്റെ മുഖം നോക്കി സംസാരിക്കുന്നു.
അപ്പൊ എന്ത് സംഭവിക്കുന്നറിയോ, വെൻ യു റെക്കോർഡ് ഇറ്റ്സ് ലൈക്ക് വളരെ നല്ലൊരു പ്രൊഫഷണൽ രീതിയിൽ ആ വീഡിയോസ് വരും. സോ ദിസ് ഇസ് വെരി ബിഗ് സീക്രട്ട്. ഓക്കെ, ആരോട് പറഞ്ഞു കൊടുക്കണ്ട, ഇന്ന് ഇവിടെ വന്നവർക്ക് മാത്രം അറിഞ്ഞാൽ മതി കേട്ടോ, പുറത്താർക്കും പറഞ്ഞു കൊടുക്കണ്ട. ഓക്കെ, അപ്പോ എല്ലാവരും ലാസ്റ്റ് ആകുമ്പോഴേക്ക് ഒന്ന് ക്യാമറ ഒക്കെ ഓൺ ചെയ്തിട്ട് എന്നോടൊന്ന് പുഞ്ചിരിക്കെങ്കിലും വേണം കേട്ടോ. ഇത്രയും സമയം എടുത്തിട്ട് യു പീപ്പിൾ ആർ സിറ്റിംഗ് ഹിയർ. അപ്പൊ ഇപ്പൊ ആരും ക്യാമറയിലില്ല, ഞാൻ ആരും ഫോഴ്സ് ചെയ്യുന്നില്ല. പക്ഷെ എൻഡ് ഓഫ് ദ സെഷൻ ബി റെഡി. ഇപ്പോഴേ ഞാൻ പറയുന്നു, എൻഡ് ഓഫ് ദ സെഷൻ ബി റെഡി ടു ബി ഓൺ ക്യാമറ. ഇല്ലെങ്കിൽ സത്യം ഞാൻ ഇനി ഇങ്ങനത്തെ സെഷൻസ് ആയിട്ട് വരില്ല. ഷുവർ അല്ലേ? എല്ലാവരും വീഡിയോയിലൊക്കെ വരുമെന്ന്? വരുമോ ഇല്ലയോ? യെസ് ഓർ നോ? ഹസീന മാം ചിരിച്ചാ പോരാ, യെസ് പറ. എന്തായാലും വീഡിയോയിൽ വന്നേ പറ്റുള്ളൂ. ഓക്കെ, നമുക്കൊരു ചെറിയൊരു സിമ്പിൾ വിഷ്വലൈസേഷനിലേക്ക് ഒന്ന് പോയാലോ? എല്ലാവരും ഞാൻ പറയുന്ന കേൾക്കുന്നുണ്ട് എന്നുള്ള വിശ്വാസത്തിലാണ് ഞാൻ ഇവിടെ ഉള്ളത്. ലെറ്റ്സ് ഓൾ ക്ലോസ് അവർ ഐസ്. ഓക്കെ, എല്ലാവരും കണ്ണും നടക്കുക. സിറ്റ് സ്ട്രേറ്റ്, കാലൊക്കെ നിലത്ത് ഉറപ്പിച്ചിട്ട് സിറ്റ് സ്ട്രേറ്റ്. നിങ്ങളൊക്കെ മിക്കവാറും കട്ടിന്റെ മേലെ ആയിരിക്കും, അതുകൊണ്ടായിരിക്കും വീഡിയോ ഓൺ ചെയ്യാത്തത്. ഇറ്റ്സ് ഓക്കെ. നിങ്ങൾ കട്ടിന്റെ മേലെ ആണെങ്കിൽ നല്ല സ്ട്രേറ്റ് ആയിട്ട് കിടക്കുക. ബി കാം. ഓക്കെ, ബി കാം. നല്ല സമാധാനപൂർവ്വം ഇരിക്കുക. ഒരുപാട് ഫോഴ്സ് ഒന്നും കൊടുക്കേണ്ട, സമാധാനപൂർവ്വം ഇരിക്കുക. നല്ല ഡീപ്പ് ബ്രീത്ത് ഇൻ ചെയ്യാം. ഡീപ്പ് ബ്രീത്ത് ഇൻ ചെയ്യാം. ബ്രീത്ത് ഇൻ ചെയ്യുമ്പോൾ വയറ് പുറത്തേക്ക് വരണം. ബ്രീത്ത് ഔട്ട് ചെയ്യുമ്പോൾ വയറ് ഉള്ളിലേക്ക് പോകണം കേട്ടോ. ആ രീതിയിൽ ഒന്ന് ബ്രീത്ത് ചെയ്യണേ. ടേക്ക് എ ഡീപ് ബ്രെത്ത് ഇൻ. സ്ലോലി ബ്രീത്ത് ഔട്ട്. Again, take a deep breath in. Slowly breathe out. Again, take a deep breath in. Breathe out. മനസ്സിലൊന്ന് കണ്ടേ, ഞാനൊരു ക്യാമറയുടെ മുന്നിലിരിക്കുന്നു, ഞാനൊരു സെഷൻ എടുക്കുകയാണ്. ലെറ്റ് ഇറ്റ് ബി ഫോർ എ സൂം സെഷൻ ഓർ ഓൺലൈൻ എനിത്തിങ്. ഞാൻ ക്യാമറ ലെൻസിലേക്ക് നോക്കുന്നുണ്ട്. ഞാൻ ഭയങ്കര കോൺഫിഡൻസ് ആയിട്ടാണ് നോക്കുന്നത്, നല്ലൊരു പുഞ്ചിരിയൊക്കെ വെച്ചിട്ടാണ് നോക്കുന്നത്. അപ്പുറത്തിരിക്കുന്ന ആൾക്കാർക്ക് ഭയങ്കര അട്രാക്റ്റ് ആവുന്നുണ്ട് ഞാൻ സംസാരിക്കുന്നതിൽ. ദേ ആർ ഹൈലി എൻഗേജ്ഡ്. ദേ ആർ സോ ഹാപ്പി ടു സീ മീ. ദേ ആർ ലിസ്ണിംഗ് ടു മീ. ദേ ആർ അണ്ടർസ്റ്റാൻഡിങ് വാട്ട് ഐ എം ടോക്കിംഗ്. അവർക്കെല്ലാം മനസ്സിലാവുന്നുണ്ട് ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ ഭയങ്കര കാമായിട്ടും കമ്പോസ്ഡ് ആയിട്ടും കൺസൈസ് ആയിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ടു ദ പോയിന്റ്. അവർക്കെല്ലാം മനസ്സിലായിട്ടുണ്ട്. അങ്ങനെ ഞാൻ സംസാരിക്കേണ്ട ഭാഗം കഴിഞ്ഞു. എൻ്റെ ഓഡിയൻസ് എനിക്ക് ക്ലാപ്പ് തരുന്നു. ഓഡിയൻസ് എന്നെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ഒരുപാട് കാര്യങ്ങൾ, നല്ല കാര്യങ്ങൾ പറഞ്ഞു തന്നതിന് അവർ നമ്മളെ ബ്ലസ് ചെയ്യുന്നതായിട്ടും വിഷ്വലൈസ് ചെയ്യാം. എന്നിട്ട് നിങ്ങൾ തന്നെ നിങ്ങളോട് പറയാം, ഇത്രയും ടാലൻ്റ് ഉള്ള ഞാൻ, ഇത്രയും കാര്യങ്ങൾ പഠിക്കുന്ന ഞാൻ, ഈ ഭൂമിയിൽ ഒരു ദിവസം നമ്മളെല്ലാവരും വിട്ടു പോകേണ്ടവരാണല്ലേ. ആ വിട്ടു പോകുന്നതിന് മുന്നേ ഇത് ഒരുപാട് പേർക്ക് എത്തിച്ചു കൊടുക്കാനുണ്ട്. എത്തിച്ചു കൊടുക്കാനുള്ള വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് വേ ആണ് ഇന്ന് നമ്മൾ സോഷ്യൽ മീഡിയ. അതിൽ ത്രൂ ഞാൻ സംസാരിക്കണമെങ്കിൽ ക്യാമറയിൽ നോക്കാനുള്ള കോൺഫിഡൻസ് എനിക്ക് വേണം. ഇപ്പോൾ ഞാൻ ഒരു കോൺഫിഡൻസും ഇല്ലാതെ തന്നെ, ഒരു പ്രിപ്പറേഷനോ കാര്യങ്ങളോ ഇല്ലാതെ തന്നെ, ഒരുപാട് പെർഫെക്ഷൻ നോക്കാതെ തന്നെ ഞാൻ അങ്ങ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ എൻ്റെ ഓഡിയൻസിന് അത് ഇഷ്ടപ്പെടുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഞാനൊന്ന് ട്രെയിൻഡ് ആയി കഴിഞ്ഞാൽ ഇതൊക്കെ മേലെ ഞാൻ ചെയ്യും, ഷുവറാണ്. വിത്ത് ഓൾ ദാറ്റ് ഹാപ്പിനെസ് ഇൻ മൈൻഡ്, കം ബാക്ക് ടു ദ സെഷൻ. ലെറ്റ്സ് കണ്ടിന്യൂ. എല്ലാവരും ഇവിടെ ഉണ്ടോ? ഇനിയെങ്കിലും എല്ലാവരും ഇവിടെ ഉണ്ടാവണം കേട്ടോ. എല്ലാവരും ഈ ഒരു എൻവയറമെന്റുമായിട്ട് എത്താൻ വേണ്ടിയിട്ടുള്ള കുറച്ച് പെടാപ്പാടാണ് ഞാനിപ്പോൾ ചെയ്തത്. നിങ്ങളെല്ലാവരും ഇവിടെ ഉണ്ടോ? യെസ് ഓർ നോ? യെസ് ഓർ നോ? ആ, സന്തോഷമായി മക്കളെ, സന്തോഷമായി. ഓക്കെ, എല്ലാവരും ഇവിടെ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത സെഷനിലേക്ക് കടക്കാം. നമ്മുടെ ക്യാമറയിൽ പ്രത്യേകത എന്താ അറിയോ? എന്നോട് ഞാൻ കുറച്ച് ലൈവ് സെഷൻസ് ഒക്കെ വേറെ കമ്മ്യൂണിറ്റിയിലൊക്കെ, അത് ദാൻ റെക്ടോറിയൽ വേറെ കമ്മ്യൂണിറ്റിയിലൊക്കെ ചെയ്തപ്പോൾ അവരെന്നോട് പറഞ്ഞതാ, ലാസ്റ്റ് എനിക്ക് വന്ന ഫീഡ്ബാക്ക് ആണ്, എൻ്റെ മാമേ
ഓഫ്ലൈൻ സെഷനിലൊക്കെ നമുക്ക് ഇങ്ങനെ കയ്യിലെടുക്കാം. കാരണം ആരെങ്കിലും ഇങ്ങനെ ആവുന്നുണ്ടെങ്കിൽ നമുക്കറിയാലോ, ദേ ഉറങ്ങുന്നു, പിടിച്ചടിക്കാലോ. അല്ലെങ്കിൽ എവരിബഡി സ്റ്റാൻഡ് അപ്പ്, സിറ്റ് ഔട്ട് എന്നൊക്കെ പറയാലോ. നിങ്ങൾ എങ്ങനെയാണ് ഈ ഒരു ഓൺലൈൻ സെഷനിൽ ആൾക്കാരെ ഇങ്ങനെ പിടിച്ച്, നമുക്ക് ഒരു നിമിഷം പോലും നിങ്ങളെ മുഖത്ത് നിന്ന് കണ്ണെടുക്കാൻ തോന്നിയിട്ടില്ലല്ലോ. നിങ്ങൾ പറയുന്നത് ഇങ്ങനെ കേട്ട് ഇങ്ങനെ ലയിച്ച് പോയിട്ടുണ്ടല്ലോ. എന്താ അത്, എങ്ങനെയാ അത് പറ്റുന്നേന്ന് ചോദിച്ചു. അപ്പോഴാണ് ഞാൻ വിചാരിച്ചത്, അവർക്ക് പറഞ്ഞു കൊടുത്ത സംഭവേ എന്തുകൊണ്ട് നമ്മളുടെ കമ്മ്യൂണിറ്റിയിലും പറഞ്ഞു കൊടുത്തൂടാ, അല്ലേ? അപ്പോ ഫസ്റ്റ് തിങ് നിങ്ങളുടെ ബോഡി ലാംഗ്വേജ് ആണ് കേട്ടോ. എന്താണ് ബോഡി ലാംഗ്വേജ്? അപ്പൊ നിങ്ങൾ വിചാരിക്കും ഈ ഓൺലൈനിൽ എന്താ ഇത്ര വലിയ ബോഡി ലാംഗ്വേജ്, ആ കൂടെ കാണുന്നത് ഇത് മാത്രമാണല്ലോ, ഇതിൽ എന്ത് ബോഡിയാ കിടക്കുന്നത്, ബാക്കിയുള്ള ബോഡിയൊന്നും നമ്മൾ കാണുന്നില്ലല്ലോ എന്ന് നിങ്ങൾ വിചാരിക്കും. പക്ഷെ നിങ്ങൾ വിചാരിക്കുന്നത് വളരെ തെറ്റാണ് മക്കളെ. ഇപ്പൊ ഞാൻ ഇവിടെ ഇരിക്കുന്നു, ഓക്കെ, നിങ്ങൾ എൻ്റെ കാല് കാണുന്നില്ല, നിങ്ങൾ എൻ്റെ കാല് കാണുന്നില്ല, പക്ഷെ ഞാൻ ഇവിടെ കിടന്നിട്ട് ഇങ്ങനെ കാലനക്കാണ്. ക്യാൻ യു ഫീൽ ഇറ്റ്? എൻ്റെ കാലിട്ട് ഇളകുന്നുണ്ട്, നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ ഇല്ലയോ? യെസ്. അപ്പൊ അതിന്റെ അർത്ഥം എന്താ അറിയോ? നമ്മളുടെ ബോഡി ലാംഗ്വേജ് നിങ്ങൾ ഓൺലൈനിലായാലും ഓഫ്ലൈനിലായാലും നമുക്ക് ആവശ്യമുണ്ട്. ഓൺലൈനിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് ബോഡി ലാംഗ്വേജ് ടിപ്സ് ഞാനിപ്പോൾ പറഞ്ഞുതരാം. നിങ്ങൾ ഓൺലൈനിൽ, അതായത് സ്പെഷ്യലി വീഡിയോസ് ഒക്കെ എടുക്കുമ്പോൾ പോസ്ചർ നന്നായിട്ട് നോക്കണം. നമ്മളെ സ്പൈൻ ഇറക്റ്റ് ആയിരിക്കണം, സ്ട്രെയിറ്റ് ആയിട്ടിരിക്കണം. എന്ന് വിചാരിച്ച് മറ്റേ റോബോട്ട് ഇരിക്കുന്ന മാതിരി സ്റ്റിഫായിട്ടിരിക്കണം എന്നല്ല ഞാൻ പറഞ്ഞത്. വളരെ റിലാക്സ് ആയിട്ട് സ്ട്രെയിറ്റ് ആയിട്ടിരിക്കാം, ഇങ്ങനെ കൂടിയിരിക്കരുത്. ഓക്കെ, ദാറ്റ്സ് വൺ തിങ്. അടുത്തതാണ് ഇപ്പം ഞാൻ പറഞ്ഞ സംഭവം. ഒരുപാട് അടുത്ത് വരിക, ഒരുപാട് ദൂരെ പോവുക, ഒരു നോർമൽ ഡിസ്റ്റൻസ് വെക്കുക. ദാറ്റ്സ് ഓൾ. ഓക്കെ. പിന്നെ നമ്മളെ കണ്ണ് എപ്പോഴും ലെൻസിലായിരിക്കണം. നിങ്ങളെ ശ്രദ്ധ നല്ല രീതിയിൽ വെക്കണേ. കാരണം ഐ ആം ഗോയിങ് വെരി ഫാസ്റ്റ്. എനിക്കറിയാം നല്ല സ്പീഡിലാണ് ഞാൻ പറയുന്നത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നിങ്ങളെ ശ്രദ്ധ ഇവിടെ നിൽക്കാൻ വേണ്ടി തന്നെയാണ്. എന്നിട്ട് ഞാൻ ഒന്നുകൂടി ചെറുതായി പറഞ്ഞു തരാം കേട്ടോ. കണ്ണ് ലെൻസിലായിരിക്കണം. അടുത്തത് കൈ, ഹാൻഡ് ജെസ്റ്റേഴ്സ്, കൈ കാണിക്കണം. നമ്മൾ എന്തെങ്കിലുമൊക്കെ സംസാരിക്കുമ്പോൾ നമ്മൾ കൈ വെച്ച് അതൊന്ന് പറഞ്ഞു കൊടുക്കണം. എന്ന് വിചാരിച്ച് കൈ ഔട്ട് ഓഫ് ദ കവറേജ് ഏരിയയിൽ ഇങ്ങനെയൊന്നും പോകേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം നമ്മൾ ഓഫ്ലൈനിലല്ല, നമ്മൾ ഓൺലൈനിലാണ് ഉള്ളത്. അപ്പം നമ്മൾ ക്യാമറയ്ക്കും അപ്പുറത്തുള്ള ഹാൻഡ് ജെസ്റ്റേഴ്സ് ഒന്നും ആവശ്യമില്ല, ക്യാമറയുടെ ഉള്ളിലുള്ള ഹാൻഡ് ജെസ്റ്റേഴ്സ് ചെയ്യാം. അടുത്ത എന്താണ്? നമ്മുടെ ഫേഷ്യൽ എക്സ്പ്രഷൻ, നമ്മളെ മുഖം, അതിൽ സ്മൈൽ ഉണ്ടായിരിക്കണം. ഞാനിപ്പോൾ നിങ്ങളോട് ക്യാമറയിൽ നന്നായി സംസാരിക്കണമെങ്കിൽ വൺ ഓഫ് ദ ടിപ്പ് ഇസ് ബോഡി ലാംഗ്വേജ്. ബോഡി ലാംഗ്വേജ് തന്നെ നിങ്ങളെല്ലാവരും സ്ട്രെയിറ്റ് ആയിട്ടിരിക്കുക, പോസ്ചർ കീപ്പ് ചെയ്യാം, കണ്ണ് ലെൻസിലേക്ക് നോക്കുക, ഹാൻഡ് ജെസ്റ്റേഴ്സ്, നല്ല ഹാൻഡ് ജെസ്റ്റേഴ്സ് ഒക്കെ കീപ്പ് ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. ഇങ്ങനെ പറഞ്ഞാൽ നിങ്ങൾ ആരെങ്കിലും എന്നെ കേൾക്കുമോ? നിങ്ങൾക്ക് എന്തൊക്കെ മനസ്സിലാവോ? യെസ് ഓർ നോ? കേൾക്കോ? ഇല്ല. അവിടെയാണ് നമ്മളെ ഹാൻഡ് ജെസ്റ്റേഴ്സ് വരുന്നത്. നമ്മൾ കൈ വെച്ചിട്ടാണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ ഞാൻ എന്തൊക്കെ പറഞ്ഞു തന്നു? പോസ്ചർ കീപ്പ് ചെയ്യണം, കണ്ണ് ലെൻസിലായിരിക്കണം, ഹാൻഡ് ജെസ്റ്റേഴ്സ് വേണം. എന്ന് വിചാരിച്ച് വലിയ ഹാൻഡ് ജെസ്റ്റേഴ്സ് എടുത്തു വരരുത്, ആവശ്യമുള്ള ഹാൻഡ് ജെസ്റ്റേഴ്സ് വെക്കണം. ഫോർത്ത് പോയിന്റ് വാസ് നല്ലൊരു മുഖമായിരിക്കണം. അല്ലാണ്ട് ഇങ്ങനെ എന്നുള്ള മുഖം നമ്മൾ വെക്കരുത്. കാരണം നമ്മളെ മുഖമാണ് അവിടെ ഏറ്റവും കൂടുതൽ നമ്മളെ ഓഡിയൻസിനെ എൻഗേജ് ചെയ്യിപ്പിക്കുന്ന സംഭവം. ഓക്കെ, സോ വാട്ട് ആർ ദ മിസ്റ്റേക്സ് ദാറ്റ് യു ഹാവ് ടു അവോയ്ഡ്? ഇത് തന്നെയാണ്. നമ്മളെ പോസ്ചറും ഇല്ലാണ്ടിക്കുക, നമ്മൾ ഫ്രോസൺ ആയിട്ട് ഇങ്ങനെ. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്ന വിഷയം ഇതാണ്. ഇന്ന് ഞാൻ ലൈല മാം പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്യാമറയിൽ തന്നെ നോക്കണം എന്ന് വിചാരിച്ച് തുറച്ച് ഇങ്ങനെ ക്യാമറയിൽ തന്നെ നോക്കിയിട്ട് മറ്റുള്ളവരെ നിങ്ങൾ പേടിപ്പിക്കരുത്. ദാറ്റ് ഈസ് ഓവർ ജസ്റ്റേഴ്സ് ഒന്നും വേണ്ട, സിമ്പിൾ ഹമ്പിൾ മതി. ഓക്കെ, ഒരുപാട് ക്യാമറയുടെ അടുത്തും ആകരുത്, ഒരുപാട് ദൂരവും ആകരുത്. അപ്പൊ ഇതാണ് ക്യാമറ ബോഡി ലാംഗ്വേജിന്റെ ബേസിക്സ്. മനസ്സിലായോ? എല്ലാവർക്കും മനസ്സിലായോ? യൂസ്ഫുൾ ആയി തോന്നുന്നുണ്ടോ? ഇവിടെ വന്നത് നന്നായി എന്ന് Yes, ma'am. തോന്നുന്നുണ്ടോ? യെസ്. ഓക്കെ, അപ്പൊ ബോഡി ലാംഗ്വേജ് പഠിച്ചേ. അടുത്ത വേറെ സംഭവം ഉണ്ട്, വോയിസ് മോഡുലേഷൻ, നമ്മുടെ സൗണ്ട്. ഓക്കെ, അതായത് ഞാനൊരു വീഡിയോ ഓൺ ചെയ്തിട്ട് ഞാൻ പറയും ഗുഡ് മോർണിംഗ് ഡിയേഴ്സ് എന്ന്. അപ്പൊ തന്നെ ആ വേർഡ്സിൽ, അല്ലേ, ആ വേർഡ്സിൽ നിങ്ങൾക്ക് ആ കോൺഫിഡൻസ് ഫീൽ ചെയ്യും. ഇപ്പൊ ഞാൻ ഗുഡ് മോർണിംഗ് ഡിയേഴ്സ്,
ഗുഡ് മോർണിംഗ് ഡിയേഴ്സ് എന്ന് പറയുന്നതും ഗുഡ് മോർണിംഗ് ഡിയേഴ്സ് എന്ന് പറയുന്നതും ആ വേർഡ്സിൽ നിങ്ങൾക്ക് അതിൻ്റെ കോൺഫിഡൻസ് മനസ്സിലാവും. അവിടെയാണ് നമ്മളെ മോഡുലേഷൻ എന്ന് പറയും. നമ്മൾ ഏറ്റക്കുറച്ചിൽ, നമ്മളെ ടോണും നമ്മളെ പിച്ചും നമ്മളെ പോസും പേസും ഒക്കെ ജോയിൻ ചെയ്യുന്ന ഒരു സംഭവമാണ് വോയിസ് മോഡുലേഷൻ. ഓക്കെ, അപ്പോൾ എന്താ സംഭവം എന്നറിയോ, നമ്മൾ പൊതുവേ സംസാരിക്കുന്നതിനെക്കാട്ടിയും ഭയങ്കരമായിട്ട് മാഗ്നിഫൈ ചെയ്യും വെൻ യു സ്പീക്ക് ഓൺ ക്യാമറ. നമ്മളിങ്ങനെ ഒരേ രീതിയിൽ, നിങ്ങൾക്ക് തന്നെ അറിയില്ലേ, വാർത്തയൊക്കെ വായിക്കുന്നവർ, മറ്റേ പണ്ടത്തെ വാർത്ത വായിക്കുന്നവർ എങ്ങനെയായിരുന്നു? ആകാശവാണി തൃശ്ശൂർ ആലപ്പുഴ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്ന രീതിയിൽ ഇന്നൊരു എന്ന് വെച്ചാൽ ഒരേ ടൂണിലായിരിക്കും. പക്ഷെ ഇപ്പൊ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ന്യൂസ് ചാനലൊക്കെ ന്യൂസ് എങ്ങനെയാ അവർ അവതരിപ്പിക്കുന്നത്? വിത്ത് കംപ്ലീറ്റ് ബോഡി ലാംഗ്വേജ്. പറയൂ, എന്താണ് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? പറയൂ, എന്തുകൊണ്ടാണ് അവർ ബോഡി ലാംഗ്വേജ് യൂസ് ചെയ്യുന്നത്? എന്തുകൊണ്ടാണ് അവർ വോയിസ് മോഡുലേഷൻ യൂസ് ചെയ്യുന്നത്? എന്നാൽ മാത്രമേ നമ്മൾ ഇപ്പോഴത്തെ ഓഡിയൻസിനെ അട്രാക്ട് ചെയ്യാൻ പറ്റും. ഇപ്പോഴത്തെ ഓഡിയൻസ് എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞല്ലേ, നമ്മളെ മക്കളെ അടക്കം അട്രാക്ട് ചെയ്യണമെങ്കിൽ നമ്മൾക്ക് വോയിസ് മോഡുലേഷനും ബോഡി ലാംഗ്വേജും ആവശ്യമുണ്ട്. വേണം എന്ന് തോന്നിയവർ എത്ര പേരുണ്ട്? നമ്മളുടെ മക്കളോട് സംസാരിക്കുമ്പോൾ പോലും നമുക്ക് ബോഡി ലാംഗ്വേജും വോയിസ് മോഡുലേഷന്റെ ആവശ്യമുണ്ട് എന്ന് തോന്നിയ എത്ര പേരുണ്ട് ഇവിടെ? ഞാൻ എൻ്റെ മക്കളോട്, ഞാനിങ്ങനെ നടക്കുമായിരുന്നു, എന്തൊക്കെയോ തലയിലുണ്ടായിരുന്നു. നോനോ, നമ്മളെ പെണ്ണുങ്ങളാണ്, പല കാര്യങ്ങളും തലയിലൂടെ ഇങ്ങനെ ഒഴുകുന്ന സമയത്ത് ഞാനിങ്ങനെ നടക്കുമായിരുന്നു. അപ്പൊ എൻ്റെ മോള് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഉമ്മ ഉമ്മ എന്ന് വിളിച്ചു. ഒരു കാര്യം പറയാനായിരുന്നു. ഉമ്മ ഉമ്മ എന്ന് വിളിച്ചു. ഞാൻ അവളോട് പറഞ്ഞു, ഞാൻ എന്താ എന്നുള്ള രീതിയിൽ, എന്താന്ന് വെച്ചാൽ വേർഡ് കറക്റ്റ് ആയിരുന്നു, പക്ഷെ എൻ്റെ ബോഡി ലാംഗ്വേജ്, എൻ്റെ ടോൺ എന്താ എന്നുള്ള രീതിയിൽ ചോദിച്ചപ്പോൾ കുട്ടി പറഞ്ഞു, ഒന്നുമില്ല. അവിടെ എന്താ സംഭവിച്ചത്? അവിടെ എൻ്റെ ബോഡി ലാംഗ്വേജും എൻ്റെ വോയിസ് മോഡുലേഷനും കുട്ടിക്ക് മനസ്സിലാക്കാൻ പറ്റി. ഷീസ് അണ്ടർ സം പ്രഷർ അല്ലേ? അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നമ്മൾ ക്യാമറയിലായാലും നമ്മളുടെ ബോഡി ലാംഗ്വേജും വോയിസ് മോഡുലേഷനും വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കൊന്ന് ചെറിയൊരു ഡയലോഗ് പ്രസന്റേഷൻ ചെയ്യുന്നോ? താല്പര്യമുണ്ടോ? ലാസ്റ്റ് ചെയ്യാം അല്ലേ? കോൺഫിഡൻസ് ഒക്കെ വന്നിട്ട് അല്ലേ? അപ്പൊ നമുക്ക് ഒന്നുകൂടിയും ഒരു ബ്രീത്തിങ് ടെക്നിക്ക് കൂടി പ്രാക്ടീസ് ചെയ്യാം. എന്തിനാണ് ബ്രീത്തിങ് ടെക്നിക്ക് പ്രാക്ടീസ് ചെയ്യുന്നതെന്നറിയോ? നിങ്ങൾക്ക് ഇനി എപ്പോഴെങ്കിലും ക്യാമറ ഫേസ് ചെയ്യുന്ന സമയത്ത് ഇഫ് യു ആർ ഫീലിംഗ് ദാറ്റ് പഠിച്ചവനെ ഇതെങ്ങനെ ചെയ്യും, ഐ എം ടോട്ടലി കൺഫ്യൂസ്ഡ് ഫീലിംഗ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അപ്പോൾ ട്രൈ ചെയ്യാൻ പറ്റിയ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിരുന്നത് കേട്ടോ. ദിസ് ഇസ് എ വെരി ഗുഡ് ബ്രീത്തിങ് ടെക്നിക്. ഇറ്റ്സ് റിയലി ഗുഡ് ഫോർ യുവർ ഹെൽത്ത്. നിങ്ങളുടെ ബോഡിക്കായാലും നിങ്ങളുടെ മനസ്സിലായാലും എല്ലാത്തിനും ഹാപ്പി ആയിട്ടിരിക്കാനുള്ള സിമ്പിൾ ബ്രീത്തിങ് ടെക്നിക്കാണ്. ഏത് സമയത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. ഒന്നുമില്ല, സ്ട്രെയിറ്റ് ആയിട്ടിരിക്കാം. എല്ലാവരും ചെയ്തോളൂ കേട്ടോ. സ്ട്രെയിറ്റ് ആയിട്ടിരിക്കുക. ബോക്സ് ബ്രീത്തിങ് എന്ന് പറയുന്നതിന് ബോക്സ് ബ്രീത്തിങ്. ഓക്കെ, സ്ട്രെയിറ്റ് ആയിട്ടിരിക്കുക. എന്നിട്ട് ബ്രീത്തിങ് ചെയ്യാം. ബ്രീത്തിങ് ചെയ്യുമ്പോൾ വയറ് പുറത്തേക്കും, ബ്രീത്ത് ഔട്ട് ചെയ്യുമ്പോൾ വയറ് ഉള്ളിലേക്കുമാണ്. ആ സമയത്ത് വെൻ യു ആർ ബ്രീത്തിങ് ചെയ്യുമ്പോൾ കൗണ്ട് ചെയ്യാം. 1 2 3 4. എന്നിട്ട് ഒരു 1 2 3 4 വരെ ഇതിനെ പിടിച്ചു നിർത്തുക. വീണ്ടും 1 2 3 4 വരെ പുറത്തേക്ക് എക്സേൽ ചെയ്യുക. എന്നിട്ട് 1 2 3 4 വരെ അവിടെ തന്നെ എക്സേൽ ചെയ്തതിന് ശേഷം അവിടെ ഇരിക്കുക. മനസ്സിലായോ ബോക്സ് ബ്രീത്തിങ്? കുറേ പേരൊക്കെ ചെയ്യുന്നവരായിരിക്കും. സിമ്പിളാണ്. ജസ്റ്റ് 2 3 4 ഹോൾഡ്, 1 2 3 4 റിലീസ്, 1 2 3 4 കീപ്പ് ഇറ്റ്. ഓക്കെ, അപ്പോൾ ഇതും നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. whenever you can, especially before starting off on camera. ഓക്കെ. അപ്പോൾ ഇനി നമുക്ക് ക്യാമറയിൽ കോൺഫിഡൻസ് വരാനുള്ള ഒരു സംഭവമാണ്, കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. നേരത്തെ ഒരാൾ ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ പറയാനുള്ള കാര്യങ്ങളുടെ കുറിച്ചുള്ള നോളജ് നമുക്കില്ലെങ്കിലും നമുക്ക് ക്യാമറയിൽ നോക്കി സംസാരിക്കാനുള്ള കോൺഫിഡൻസ് നമ്മൾക്ക് ഉണ്ടാവില്ല. ദാറ്റ് ഈസ് വെരി ട്രൂ. അതിന് പറയുന്ന സംഭവമാണ് കോണ്ടന്റിന്റെ ക്ലാരിറ്റി. എന്താണ് കോണ്ടന്റിന്റെ ക്ലാരിറ്റി? അപ്പൊ നമുക്ക് ഇന്നത്തെ ഈ ലോകത്തിലെ ഒരുപാട് ഇൻഫർമേഷൻ ഉണ്ടല്ലേ. ഒരു കാര്യം നോക്കിയാൽ 100 കാര്യം നമുക്ക് കിട്ടും. അമ്മാതിരി ഇൻഫർമേഷൻ ആണ് നമ്മൾ ഈ ലോകത്തുള്ളത്. അപ്പൊ നമുക്ക് ഒരുപാട് ഇൻഫർമേഷൻ ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഇത് ചറ പറയാന്ന് വിചാരിച്ച കാര്യം നടക്കൂല.
അപ്പം നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ റിസർച്ച് ചെയ്യണം. നമ്മൾ ഓഡിയൻസിന് എന്താണ് ആവശ്യമുള്ളതെന്ന് നമ്മൾ റിസർച്ച് ചെയ്തിട്ട് അതിൽ ചുരുക്കി കൺസൈസ് ആക്കി ആവശ്യമുള്ള ഭാഗങ്ങൾ മാത്രമാക്കി അതിനൊരു ബോക്സിൻ്റെ രൂപത്തിലാക്കി റെഡിയാക്കി അത് നന്നായിട്ട് വായിച്ച് നോക്കി പഠിച്ച് അതിനെക്കുറിച്ചൊന്ന് അനലൈസ് ചെയ്ത് അതിലെന്തെങ്കിലും പോളിഷ് ചെയ്യാനുണ്ടെങ്കിൽ അത് പോളിഷ് ചെയ്ത് എന്നുവെച്ച് ഇതൊന്നും നമ്മൾ ചെറുപ്പത്തിൽ സ്കൂളിൽ ചെയ്ത മറ്റേ ഇതൊന്നും ചെയ്യണ്ട കേട്ടോ. ഏത് തലയിൽ കയറ്റി മെമ്മറൈസ് ചെയ്ത് വെക്കുക എന്നൊന്നും അല്ല ഞാൻ പറയുന്നത്. ആ ഒരു കണ്ടന്റിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് നല്ലൊരു അവയർനെസ് ഉണ്ടാക്കുക. ഓക്കെ, ഇതാണല്ലേ? ഓക്കെ ഓക്കെ, ഇത് പറഞ്ഞതിനാ ഇതാണല്ലേ? അങ്ങനെ ഒരു അവയർനെസ് ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം ഇന്റൻഷനലായിട്ട് ഞാൻ ആദ്യം നിങ്ങളോട് പറഞ്ഞിരുന്നല്ലേ ഇൻ ദ ബിഗിനിങ് ഓഫ് ദ സെഷൻ, ഈ ഒരു സെഷൻ നിങ്ങൾ എന്തിനാ അറ്റൻഡ് ചെയ്യുന്നത് എന്നുള്ളതിന്റെ ഇന്റൻഷൻ നിങ്ങൾക്ക് ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ നിങ്ങളും ഒരു ക്യാമറ ഓൺ ചെയ്യുന്നതിന് മുന്നേ എന്തിനാണ് ഞാൻ ഈ ക്യാമറ ഓൺ ചെയ്യുന്നത്, ഞാൻ ഈ വീഡിയോ എന്തിനാണ് റെക്കോർഡ് ചെയ്യുന്നത്, ഇത് ആർക്കാണ് റെക്കോർഡ് ചെയ്യുന്നത്, ഇത്രയും ഇന്റൻഷൻ കീപ്പ് ചെയ്തിട്ട് നിങ്ങളൊന്ന് സംസാരിച്ച് നോക്കിയേ. സൂപ്പർ ആയിരിക്കും. നിങ്ങളുടെ കോൺഫിഡൻസ് ഹൈയില് എത്തിയിട്ടുണ്ടാവും. ഓക്കെ ആണോ? മനസ്സിലായിട്ടുണ്ടോ ഞാൻ പറയുന്നത്? മനസ്സിലായിട്ടുണ്ടോ? യെസ്, ഓക്കെ. അപ്പോൾ ഞാൻ ഒന്നും കൂടിയും എല്ലാ ടിപ്സും കൂടിയും ഒറ്റയടിക്ക് അങ്ങ് പറഞ്ഞുതരാം, സോ ദാറ്റ് ഇറ്റ് കീപ്സ് ഇൻ യുവർ മൈൻഡ്. ഓക്കെ, സോ ദ ടിപ്സ് ഫോർ ബീയിങ് കോൺഫിഡൻറ്റ് ടു സ്പീക്ക് ഓൺ ക്യാമറ. 1, ലെൻസിലേക്കാണ് നോക്കേണ്ടത്, നിങ്ങളെ അല്ല. 2, ലെൻസ് നമ്മൾ ഫ്രണ്ടാണെന്ന് വിചാരിക്കുക. നമ്മളൊരു ഫ്രണ്ട് അവിടെ ഇരിക്കുന്നത് പോലെ ആയിരിക്കണം നമ്മൾ സംസാരിക്കുമ്പോൾ. നമ്മളെ ഫ്രണ്ട് അവിടെ ഇരുന്ന് സംസാരിക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ് സംസാരിക്കുക, അതേപോലെ അതിനെ നമ്മളെ ഫ്രണ്ടായിട്ട് കാണാം. 3, നമ്മൾ നമ്മളോട് തന്നെ പോസിറ്റീവ് സെൽഫ് ടോക്ക് കൊടുക്കുക. എന്താ ചെയ്യേണ്ടത്? നമ്മളോട് പോസിറ്റീവ് സെൽഫ് ടോക്ക് കൊടുക്കുക. അതിനെ കൊണ്ട് പറ്റും എന്നുള്ള നല്ല പോസിറ്റീവ് അഫർമേഷൻസ് കൊടുക്കുക. 4, നമ്മളുടെ ബോഡി ലാംഗ്വേജ് ക്യാമറയ്ക്ക് അനുസരിച്ച് കീപ്പ് ചെയ്യണം. ബോഡി ലാംഗ്വേജിൽ കുറേ കാര്യങ്ങൾ ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു, അത് ക്യാമറയ്ക്ക് അനുസരിച്ച് കീപ്പ് ചെയ്യണം. വോയിസ് മോഡുലേഷൻ പ്രാക്ടീസ് ചെയ്യണം. നമ്മൾ സംസാരിക്കുമ്പോൾ നല്ല സ്മൈലോട് കൂടി സംസാരിക്കണം. പിന്നെ നമ്മളുടെ സെഷൻ ഇല്ലെങ്കിൽ നമ്മളൊരു ക്യാമറയിൽ സംസാരിക്കാനുള്ള ഒരു അവസരത്തിന് മുന്നേ ഒരു ചെറിയ വാർമപ്പ് ഒക്കെ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് കുറച്ച് ബ്രീത്തിങ് എക്സസൈസ് ഒക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം. അടുത്തത്, നമ്മളിപ്പോൾ പണ്ട് നമ്മൾ വാട്സാപ്പിൽ ടൈപ്പാണ് ചെയ്തത് അല്ലേ, ടൈപ്പ് ചെയ്തിട്ട് സെൻഡ് ചെയ്യാം. ഇപ്പം നമ്മൾ പുതിയൊരു ട്രെൻഡ് സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ വോയിസ് അയക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇല്ലേ? നമ്മൾ വോയിസ് അയക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ക്യാമറ കോൺഫിഡൻസ് ഗെയിൻ ചെയ്യണം എന്ന് വിചാരിക്കുന്ന എൻ്റെ ചങ്കത്തിമാർക്കൊക്കെ ഞാൻ പറഞ്ഞുതരാണ്, നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഇനി തൊട്ടിട്ട് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യുമ്പോൾ മറ്റേ വീഡിയോ എടുക്കാൻ അറിയില്ലേ, വീഡിയോ ആയിട്ട് സെൻഡ് ചെയ്യാൻ പറ്റും, വീഡിയോ മെസ്സേജസ്, അത് സെൻഡ് ചെയ്യാൻ നോക്കുക. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ആദ്യം ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, ഭയങ്കര ബോറായിരിക്കും, അത് എന്നെ കൊണ്ട് തന്നെ സഹിക്കാൻ പറ്റുന്നില്ല എന്നുള്ള ആറ്റിറ്റ്യൂഡൊക്കെ ഉണ്ടാവും. ഇറ്റ്സ് ഓക്കെ. നിങ്ങൾ നിങ്ങളെ ഫ്രണ്ട്സിന് ആദ്യം അയച്ചു തുടങ്ങുക. എന്ത്? വാട്സാപ്പിൽ മെസ്സേജ് അയക്കുമ്പോൾ ആ വീഡിയോ ഓൺ ചെയ്തിട്ട് സംസാരിക്കുക. ഞാൻ നാളെ വരില്ല കേട്ടോ എന്നുള്ള രീതിയിൽ വീഡിയോയിൽ പറയാം. ഓക്കെ, അപ്പോൾ ഡെയിലി ഇത് നിങ്ങളിങ്ങനെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക. ഇത് ഒരു വൺ ടൈം ഒറ്റ ഷോട്ടിൽ സംഭവിക്കുന്ന ഒരു സംഭവം എന്നല്ല, ഇതൊക്കെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ മാത്രം സംഭവിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്. ഓക്കെ, സോ ഇനി നമുക്ക് ചെറിയ ഒരു പ്രാക്ടീസ് സെഷനിലേക്ക് പോയാലോ? ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അറ്റ് എൻഡ് ഓഫ് ദ സെഷൻ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും വന്ന് വീഡിയോ ഓൺ ചെയ്തിട്ട് ഒന്ന് സംസാരിക്കണമെന്ന്. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ചെറിയൊരു ടൈം ഞാൻ തരാണ്. നിങ്ങൾ വീഡിയോയിൽ വരാം, എന്നിട്ട് ഇന്ന് നിങ്ങൾ എന്താണ് പഠിച്ചതെന്നും അല്ലെങ്കിൽ നിങ്ങൾ ഒരു ഫീഡ്ബാക്ക് പോലെ പറഞ്ഞോളൂ. ഇന്ന കാര്യങ്ങൾ പഠിച്ചു, എന്നാലും ഇന്ന കാര്യം കൂടി ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി നന്നായേനെ, ഒരു ഇമ്പ്രൂവ്മെന്റ് ഏരിയയും കൂടി. അതായത് എനിക്കൊരു ഫീഡ്ബാക്ക് തരുന്ന രൂപത്തിൽ ഒന്ന് വീഡിയോയിൽ വന്നിട്ട് സംസാരിക്കോ? ഓക്കെ, ലെറ്റ്സ് സീ ആരാ ഉള്ളത്. സൗദ മാം, ഹൗ ആർ യു? സുഖല്ലേ? ഓക്കെ, അപ്പൊ സൗദ മാം ആണോ ഇന്നത്തെ ആദ്യത്തെ ആള്? കമോൺ. അടിപൊളി. അടിപൊളി, അതാണ്. ഒരു മിനിറ്റ് ഞാനൊന്ന് സ്പോട്ട്ലൈറ്റ് ചെയ്യാം. ഞാനൊന്നും ഇതാക്കിയിട്ടില്ല, ഞാൻ ഇങ്ങനെ ഇരുന്നാണ്. ഇങ്ങനെ ഇരിക്കണ്ട,
ഓക്കെ, പക്ഷെ ഐ എം സോ ഹാപ്പി യു ഗെയിൻ ദ കോൺഫിഡൻസ് ടു കം ഓൺ വീഡിയോ. അതാണ് വേണ്ടത്. ഓക്കെ, നമുക്ക് നോക്കാം. പറയൂ. മാമിനെ കാണുമ്പോൾ തന്നെ ഒരു പോസിറ്റീവാണ്. അത് കണ്ടിട്ട് നിങ്ങൾക്ക് ഇരിക്കുമ്പോൾ അതിനേക്കാളും പോസിറ്റീവ് തോന്നുന്നുണ്ട്. മാമിന്റെ ബോഡി ലാംഗ്വേജ് അടിപൊളിയാണ്. അത് ഒരു കോൺഫിഡൻസ് നമുക്കും തോന്നിക്കുന്നുണ്ട്. എല്ലാം കൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കാരണം നമ്മൾ പബ്ലിക് സ്പീക്ക് പഠിക്കുമ്പം ഇതൊക്കെ മാം നമുക്ക് നന്നായി പറഞ്ഞു തന്ന കാര്യങ്ങളാണ്. ക്യാമറ പൊസിഷനെല്ലാം അത് ഫ്രീ ആയി കൊടുക്കുമ്പോൾ ഞാൻ അത്ഭുതത്തോടെ മാം ഇതൊക്കെ ഫ്രീ ആയിട്ട് എല്ലാവർക്കും കൊടുക്കുകയാണെന്ന് മനസ്സിൽ വിചാരിച്ചു. മാഷാ അല്ലാ, സൂപ്പർ ആയിട്ടുണ്ട് മാം. താങ്ക് യു സോ മച്ച് ഡിയർ. എന്തുകൊണ്ടായിരിക്കും ഞാനിത് ഫ്രീ ആയിട്ട് കൊടുക്കുന്നത്? സൗദ മാമിൻ്റെ ഒരു ഫീലിംഗ് പറഞ്ഞേ. ഇതാണ് ഞാൻ ചെയ്യുന്ന വൺ ഓഫ് ദ ചാരിറ്റി അല്ലേ? എനിക്കറിയുന്ന കാര്യങ്ങൾ ഞാൻ മറ്റുള്ളവർക്ക് കൊടുക്കുന്നത്. നമ്മൾ പറയുന്നില്ലേ ചാരിറ്റി ചാരിറ്റി എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും മനസ്സിൽ പോകുന്നത് പൈസ അല്ലേ? ഒരു പുഞ്ചിരി പോലും ചാരിറ്റിയാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ കുറേ ചാരിറ്റി ചെയ്യുന്നുണ്ടല്ലേ? എൻ്റെ പുഞ്ചിരി ഒരു ചാരിറ്റിയായി തോന്നുന്നുണ്ട് നിങ്ങൾക്ക്? നസ്ല മാം, നെക്സ്റ്റ് യു വിൽ സേ ഐ എം സോ ഹാപ്പി യു കെയിം ഓൺ ക്യാമറ. അമേസിംഗ് ടു സീ യു. പറയൂ. ഓക്കെ മാം. ഫസ്റ്റ് ഓഫ് ഓൾ ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി തന്നതിന് ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് പറയാണ്. താങ്ക് യു മാം. ആൻഡ് മാം ഷെയർ ചെയ്ത ടിപ്സും ട്രിക്സും ഒക്കെ വളരെ യൂസ്ഫുൾ ആണ്. ചിലതൊക്കെ നമുക്ക് അറിയാവുന്നതാണെങ്കിലും വളരെ എഫക്റ്റീവ് ആയിട്ട് നമുക്ക് കുറെ കൂടെ ക്ലാരിറ്റി കിട്ടുന്ന രീതിയിലാണ് മാം അത് പ്രസന്റ് ചെയ്തത്. പിന്നെ ലെൻസിലേക്ക് നോക്കി സംസാരിക്കണം, നമ്മളെ നോക്കണ്ട എന്നുള്ളത് എനിക്ക് കുറച്ചുകൂടെ ഇൻട്രസ്റ്റഡ് ആയിട്ട് അല്ലെങ്കിൽ എന്നെ അട്രാക്ട് ചെയ്തൊരു പോയിന്റ് ആണ്. പിന്നെ ഇതും കൂടി ആഡ് ചെയ്യായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. മാം ഓൾമോസ്റ്റ് എല്ലാം കവർ ചെയ്തു. താങ്ക് യു. താങ്ക് യു സോ മച്ച് ഡിയർ. സോ ഹാപ്പി, സോ ഹാപ്പി. മാം എന്ത് ചെയ്യുന്നു? നസ്ല മാം എന്താ ചെയ്യണേ? ഇപ്പൊ ഞാൻ ഹോം മേക്കർ ആണ്. ലാസ്റ്റ് ഇയർ വരെ വർക്ക് ചെയ്യായിരുന്നു. ഞങ്ങൾ ചെന്നൈയിലേക്ക് മാറിയപ്പോ ഞാൻ റിസൈൻ ചെയ്ത് ഇങ്ങോട്ട് പോകുന്നതാ. ഓക്കെ ഓക്കെ ഫൈൻ, നൈസ്. എന്തായിരുന്നു ജോലി? ഞാൻ ലാബ് അസിസ്റ്റന്റ് ആയിരുന്നു. ആ നൈസ്. ഓക്കെ ഓക്കെ. ഇനി ആരാ ഉള്ളത്? രണ്ടുപേര് അടിപൊളിയായിട്ട് പറഞ്ഞു. ഇനി അവരെ കമ്പയർ ചെയ്യാൻ നിൽക്കും. ഓ ഇനി ഞാനിപ്പോൾ അവരെ പോലെ ആവട്ടെ, എന്നിട്ട് ഞാൻ ക്യാമറ ഓൺ ചെയ്ത് സംസാരിക്കാം എന്നുള്ള കുറേ പേര് ഇവിടെ ഉണ്ടോ? ആരാ ഉള്ളത്? തജ്ന മാം, വേർ ആർ യു? ഐ എം എക്സ്പെക്ടിങ് യു. തജ്ന മാം, Good morning. ഗുഡ് Very unfortunately, correct guest വന്നപ്പോ I had to leave. ഞാൻ ഇപ്പം തിരിച്ചു കയറിയപ്പോഴേക്കും the session is എല്ലാരും ഫീഡ്ബാക്ക് പറയുന്നു. So I'm like really sad. എന്താണിത്? ഞാൻ കറക്റ്റ് ടൈമിന് ജോയിൻ ചെയ്യുകയും ചെയ്തു. ഈ പൊതുവെ ഈ ഗസ്റ്റ്മാർക്കുള്ള ഒരു പണിയാണിത്. എന്തെങ്കിലുമൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും ഈ ഗസ്റ്റ് വരുന്നത്. പോട്ടെ, സാരില്ല. പക്ഷെ ഗസ്റ്റ് നല്ലതാണ്. അവർ വന്നോട്ടെ. എന്താണ് മാമിന്റെ ഒരു വീഡിയോയിൽ വരുന്ന സാഹചര്യം ഇല്ലേ? ചെറിയൊരു ബുദ്ധിമുട്ട്. ഓക്കെ, വാട്ട് ഡിഡ് യു ഫീൽ അബൌട്ട് ദ സെഷൻ? ഇങ്ങനെ ഒരു സെഷൻ വേണം, വേണ്ട, എന്തിനാ ഇതൊക്കെ, ആർക്കാ ഇതൊക്കെ ആവശ്യം, അങ്ങനെ തോന്നിയോ? ഇത് ആർക്കാ ശരിക്കും ആവശ്യം? സജ്ന മാമിന് നമുക്ക് കുറച്ച് ടാസ്ക് കൊടുക്കായിരുന്നു. ആർക്കാണ് ക്യാമറയിൽ സംസാരിക്കാനുള്ള സ്കിൽ ഉണ്ടാക്കേണ്ട ഒരു ആവശ്യം? ആർക്കാവശ്യം? സജ്ന മാം, ടു യു. ആ ഗസ്റ്റ് വീണ്ടും വന്നാ? പറഞ്ഞോളൂ. ആർക്കാണ് ഇങ്ങനത്തെ ഒരു സെഷന്റെ ഒരു ആവശ്യം? നമുക്കിപ്പം ക്യാമറയിൽ സംസാരിച്ചേ പറ്റൂ, അല്ലെങ്കിൽ ഒരു എക്സ്പാൻഡ് ചെയ്യണം എന്നുള്ളവർക്ക് തീർച്ചയായിട്ടും ഇങ്ങനത്തെ സെഷൻസ് അറ്റൻഡ് ചെയ്യേണ്ടതുണ്ട്. ഇപ്പൊ ഞാൻ എന്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞല്ലോ. അപ്പം ഞാൻ അറിയുന്ന കാര്യങ്ങള് വീഡിയോ ആയിട്ട് റെക്കോർഡ് ചെയ്ത് യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. പക്ഷെ അവിടെ എവിടെയോ ഒരു ഫുൾ ബാക്ക് ചെയ്യുന്ന ഒരു ഫാക്ടർ ഉണ്ട്. മാസങ്ങളോളായി പ്ലാൻ ചെയ്യണം, കോണ്ടാക്ട് റെഡിയാണ്, പക്ഷേ അത് അപ്ലോഡ് ചെയ്യാൻ ഒരു റെക്കോർഡ് ബട്ടണും പ്രസ് ചെയ്തു, ബട്ട് സ്റ്റിൽ അപ്ലോഡ് ചെയ്യാൻ എന്തോ ഒരു തടസ്സം. അപ്പൊ അങ്ങനെയുള്ളവർക്കൊക്കെ ഐ തിങ്ക് ഡെഫിനറ്റ്ലി ഓക്കെ
ഞാൻ പറയട്ടെ, ഇത് ആക്ച്വലി എല്ലാവർക്കും ആവശ്യമുണ്ട്. ഇപ്പോഴത്തെ കാലത്ത് പ്രത്യേകിച്ച് നമ്മൾ വീഡിയോ കോളിലാണ് ഫോൺ അടക്കം ചെയ്യുന്നത് അല്ലേ. ആരും ഇങ്ങനെയല്ലല്ലോ, ഹലോ ഹലോ ഹലോ, അങ്ങനെയല്ല. എല്ലാവരും ഇതേ ഇങ്ങനെയാ ഉള്ളത്. പിന്നെ മോസ്റ്റ് ഓഫ് ദ ടൈം വി ആർ ഓൺ സൂം. കുറേ പേര് ഞാൻ കണ്ടിട്ടുണ്ട് സൂമിലൊക്കെ അവർ ഇങ്ങനെ ഉണ്ടാവുക. അപ്പോൾ അതിനേക്കാളും നമുക്ക് ഈ ക്യാമറ കോൺഷ്യസ്നെസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് സംഭവിക്കും, വിൽ നോ ഹൗ ടു ബി ഓൺ ക്യാമറ. അതേപോലെ നമ്മൾ ഒരാൾ വിളിക്കുമ്പോഴും നമ്മൾ എങ്ങനെ സംസാരിക്കും, ഇങ്ങനെയായിരിക്കും സംസാരിക്കുന്നത്. പക്ഷെ ഇത് എത്ര ഡിസ്റ്റൻസിൽ വെക്കണം, ഞാൻ എങ്ങനെയാ ഇരിക്കേണ്ടത്, ഞാൻ എങ്ങനെയാ സംസാരിക്കേണ്ടത്, ഇതൊക്കെ നമുക്ക് കിട്ടുന്നത് ഈ ഒരു ഇങ്ങനത്തെ സെഷൻസ് നമ്മളെ കയ്യിൽ കിട്ടുമ്പോഴാണ്. താങ്ക് യു സോ മച്ച് മാം. ഹസീന യോ ദേർ? ഹസീന അവിടെ ഉണ്ടോ? ഹസീന പറയാനുണ്ടോ എന്തെങ്കിലും? വേറെ ആർക്കാണ് എന്തെങ്കിലും പറയാനുണ്ടോ? ഇങ്ങനത്തെ കൂടുതൽ സെഷൻസ് ആവശ്യമുണ്ട് എന്നാണ് നമ്മൾ നെസ്ല മാം പറഞ്ഞത്. താങ്ക് യു സോ മച്ച് ഡിയർ. താങ്ക് യു. താങ്ക് യു. വേറെ ആർക്കെങ്കിലും ഫീഡ്ബാക്ക് പറയാനുണ്ടോ? ഇങ്ങനത്തെ സെഷൻസ് ആണ് കേട്ടോ, നമ്മളുടെ കോഴ്സ് ത്രൂ നമ്മൾ കൊടുക്കുന്ന സെഷൻ ആണ് ഇതൊക്കെ. അതാണ് നമ്മളുടെ സ്റ്റുഡൻറ് ഇപ്പം ഇവിടെ പറഞ്ഞത്. നമ്മൾ കോഴ്സ് ത്രൂ കൊടുക്കുന്ന വൺ ഓഫ് ദ സെഷൻ ആണ് ഞാനിവിടെ ഇന്ന് ഫ്രീ ആയിട്ട് തന്നിട്ടുള്ളത്. സോ നമുക്ക് 2 കോഴ്സാണ് വരുന്നത്. ഒന്ന് സ്പോട്ട്ലൈറ്റ് സ്പീക്കറും മറ്റേത് അഡ്വാൻസ് സ്പീക്കറും. ഓക്കെ, സ്പോട്ട്ലൈറ്റ് സ്പീക്കർ ഞാൻ ഒന്നും കൂടി നിങ്ങൾ പറഞ്ഞു തരുന്നതാണ്. ഇറ്റ്സ് എ 1-to-1 വാട്സാപ്പ് സെഷൻ ആയിരിക്കും. അതിൽ ത്രൂ നിങ്ങൾക്ക് ലൈവ് മെൻറ്ററിങ് 1 ആയിട്ട് ഉണ്ടാവും. അതേപോലെ അതിൽ തന്നെ നിങ്ങളെ വോക്കൽ എക്സസൈസ്, ഇതേപോലെയുള്ള വോയിസ് മോഡുലേഷൻ, നമ്മളെ ബോഡി കീപ്പിംഗ്, കോൺഫിഡൻസ് ബിൽഡിംഗ് ടെക്നിക്സ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഇതിൽ കിട്ടുന്നുണ്ടാവും. അതാണ് സ്പോട്ട്ലൈറ്റ് സ്പീക്കർ. ഇറ്റ്സ് ലെവൽ 1. കുറച്ചും കൂടി അഡ്വാൻസ് ആയിട്ട് പോകണം, ഒരുപാട് കാര്യങ്ങൾ പഠിക്കണം, കോച്ചസും മെൻറ്റേഴ്സ് ആവണം, ട്രെയിനേഴ്സ് ആവണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ ഒരു കോഴ്സാണ് അഡ്വാൻസ് സ്പീക്കർ കോഴ്സ്. ഇതിൽ ത്രൂ കിട്ടുന്ന കുറേ കാര്യങ്ങളാണ് ദേ ഇവിടെ എഴുതിയിട്ടുള്ളത്. നമ്മൾ എങ്ങനെ ഇപ്പൊ പറഞ്ഞ ആ ബോഡി ലാംഗ്വേജ് എവിടെ സ്റ്റേജിലായാലും ഓൺലൈനിലായാലും, കാരണം ഇനി നമ്മൾ പോകുന്നത് ഒരു ഓൺലൈൻ യുഗത്തിലാണ്. അപ്പം വെറുതെ നമ്മൾ സ്റ്റേജിലുള്ള കാര്യങ്ങൾ മാത്രം അറിഞ്ഞാൽ പോരാ, എങ്ങനെ ഓൺലൈനിൽ നമ്മളെ കീപ്പ് ചെയ്യണമെന്നും കൂടി അറിയാനുണ്ട്. അപ്പോൾ ഓൺലൈനിലും ഓഫ്ലൈനിലും ഒക്കെ വേണ്ട എല്ലാ ടെക്നിക്സും ടിപ്സും ട്രിക്സും, അതിൻ്റെ കൂടെ തന്നെ പോസ്റ്റർ ക്രിയേഷനും PPT ക്രിയേഷനും എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കുന്ന ഒരു സംഭവമാണ് അഡ്വാൻസ് സ്പീക്കർ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളുടെ 2 കോഴ്സുകൾ വരുന്നത്. അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് ഇത് സ്ക്രീൻഷോട്ട് എടുത്തു വെക്കാം. ഇതാണ് ഒന്ന്, സ്ക്രീൻഷോട്ട് എടുത്തോളൂ. ഇതാണ് നമ്മളെ ലെവൽ 1. ലെവൽ 1 ഇത് ലെവൽ 2. ലൈഫ് ടൈം മെൻറ്ററിങ് ആണ് കേട്ടോ അഡ്വാൻസ് സ്പീക്കർക്കുള്ളത്. ഓക്കെ, പിന്നെ ഇന്നത്തെ ഈ സെഷനിൽ നിങ്ങൾ പഠിച്ചതിൽ നിങ്ങൾക്ക് ഏറ്റവും, ഇപ്പോൾ നമ്മളെ നെസ്ല മാം ഒരു പോയിന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഏത് ലെൻസിലേക്ക് നോക്കേണ്ട ഒരു കീ പോയിന്റ് എന്ന്. വേറെ ആർക്കെങ്കിലും ഇങ്ങനെ ഒരു കീ ടേക്ക് അവേ, അങ്ങനെ ഒരു സംഭവം ഉണ്ടാ, അങ്ങനെ ഫീൽ ചെയ്ത ഒരു പോയിന്റ് ഒന്ന് പറഞ്ഞേ നോക്കട്ടെ, നിങ്ങളുടെ തലയിൽ എത്രത്തോളം പോയിട്ടുണ്ടെന്നൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഒരു കീ ടേക്ക് അവേ പോയിന്റ് നിങ്ങളുടെ തലയിൽ ഇപ്പോഴും നിൽക്കുന്നുണ്ട്, ആ സംഭവം എന്താണത്? പറയോ, എന്താണത്? എനിക്ക് ഏറ്റവും ഹൈലി തോന്നി, ഇത് ഞാൻ പ്രിപ്പയർ ചെയ്യുന്ന സമയത്താണ് എനിക്ക് ആ പോയിന്റ് കിട്ടിയത് കേട്ടോ. ഏതെന്നറിയോ? ഏത് ക്യാമറ ബാക്കിൽ വെച്ചിട്ട്, അതായത് നമ്മളെ മൊബൈല് ബാക്കിൽ വെച്ചിട്ട് നമുക്ക് തീരെ കോൺഫിഡൻസ് ഇല്ലെങ്കിൽ ചെയ്യേണ്ട ആ ടെക്നിക്ക് ഞാൻ പറഞ്ഞു തന്നില്ലേ? മൊബൈൽ ബാക്കിൽ വെച്ചിട്ട് എൻ്റെ ഫ്രണ്ടിന്റെ കൂടെ ഒരു സൂം മീറ്റിംഗ് വെച്ചിട്ട് സംസാരിച്ചിട്ട് അത് റെക്കോർഡ് ചെയ്യുമ്പോൾ അത് ഭയങ്കര രസമാണ് കേട്ടോ. നിങ്ങൾ റെക്കോർഡ് ചെയ്ത് നോക്കൂ, അങ്ങനെ നല്ല രസമുണ്ട് അത് കാണാൻ വേണ്ടിയിട്ടും. അപ്പോൾ അങ്ങനെ വെച്ചിട്ട് ചെയ്യുമ്പോൾ ഇൻ ദ ബിഗിനിങ് അത് നല്ല കോൺഫിഡൻസ് കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. അത് നിങ്ങൾ എല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഓക്കെ, വേറെന്താണ് നിങ്ങൾക്ക് തോന്നിയത്? യെസ്, ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, അടിപൊളിയാണ്. എന്തെങ്കിലും ഒരു കീ ടേക്ക് അവേ പോയിന്റ്? വിഷ്വലൈസേഷൻ. ഓക്കെ, അതെങ്ങനെ ചെയ്യാ? ഇപ്പോൾ അത് ചിന്തിച്ചോ? നമ്മൾ ക്യാമറ ഓൺ ചെയ്യുന്നതിന് മുന്നേ തന്നെ നമ്മളത് ചിന്തിക്കാനുണ്ട്. ഓക്കെ, നമ്മൾ വിഷ്വലൈസ് ചെയ്യാനുണ്ട്, ബ്രീത്തിങ് എടുക്കാനുണ്ട്,
ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ തന്നെ നമ്മളൊന്ന് കാമാവും. പിന്നെ ഏറ്റവും ഹൈയിൽ കിടക്കുന്നതെന്ന് ഒരിക്കലും പെർഫെക്റ്റ് ആവാൻ നിൽക്കരുത്. ജസ്റ്റ് സ്റ്റാർട്ട് ഓഫ്. യൂട്യൂബിൽ നിങ്ങൾക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്, നിങ്ങൾ വീഡിയോസ് റെക്കോർഡ് ചെയ്യുക, അൺലിസ്റ്റഡ് ആയിട്ട് വെക്കുക, ഇല്ലെങ്കിൽ പ്രൈവറ്റ് ആയിട്ട് വെക്കുക. ആരും കാണൂല, ആരും പബ്ലിഷ് ചെയ്യുന്നില്ലല്ലോ, അവിടെ വെക്കുക. എന്നിട്ട് നിങ്ങൾ ഇങ്ങനെ ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ആദ്യത്തെ വീഡിയോനെക്കാളും ഒരുപാട് വ്യത്യാസമുണ്ട് ഈ ഒരു വീഡിയോ. അപ്പൊ നിങ്ങൾക്ക് ആ ഒരു കമ്പാരിസണിൽ തന്നെ നിങ്ങളെ കമ്പയർ ചെയ്തോന്ന് ഞാൻ പറഞ്ഞു, ആ കമ്പാരിസണിൽ തന്നെ നിങ്ങളൊരു കോൺഫിഡൻസ് ഗെയിൻ ചെയ്യും. പിന്നെ എന്ത് നോക്കണം എന്നറിയാം, പിന്നെ ഒരിക്കലും നിങ്ങൾ ആ വീഡിയോ നോക്കിയിട്ടിരിക്കരുത്, സെൻഡ് ചെയ്യുക, കണ്ണടക്കുക. ഈ പൂച്ച പാലുടിക്കുമ്പോൾ കണ്ണടച്ച് പാലുടിക്കും എന്ന് പറയുന്നില്ലേ, അതേപോലെ അങ്ങ് സെൻഡ് ചെയ്യുക, മിണ്ടാതിരിക്കുക, കണ്ണടച്ചിരിക്കുക, ഞാനൊന്നും അറിയില്ലേ എന്ന് പറഞ്ഞിരിക്കുക. പിന്നെ അത് നിങ്ങളൊക്കെ അത് യൂസ് ടു ആയിക്കോളും. സോ ദിസ് ഇസ് ഹൗ യു കൻ. വാക്കുകൾ കിട്ടാത്തതാ മാം. ഏത് വാക്കുകളെ നമ്മള് ഇപ്പൊ ഈ ക്യാമറയുടെ മുമ്പിൽ നമ്മൾ പറയാൻ വേണ്ടിട്ട് വിചാരിക്കുമ്പം ഈ ക്യാമറയുടെ മുമ്പിൽ എത്തുമ്പോ ആ വാക്കുകളൊക്കെ എവിടെയോ പോകുന്നു. അത് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ എന്താ ചെയ്യണമെന്നറിയോ, നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നു എന്ന് പറഞ്ഞില്ലേ, പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ഇതേപോലെ എഴുതി വെക്കുന്നു കടലാസിൽ എഴുതി വെച്ചിട്ട് എൻ്റെ ചിന്തയാണ്, പഠിച്ചോനെ ഞാൻ 4 പേപ്പറിൽ എഴുതിയിട്ടുണ്ട്, ഈ 4 പേപ്പറിലുള്ളതും അതുപോലെ എനിക്കൊന്ന് പറയണം, അത് എൻ്റെ ചിന്തയാണ്. പക്ഷെ എൻ്റെ ഓഡിയൻസിന് അറിയില്ലല്ലോ എൻ്റെ കയ്യിൽ ഇങ്ങനെ 4 പേപ്പർ ഉണ്ട്, ഇതിൽ ഇത്രയും കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്, അതെന്താ ലൈല 3-ാമത്തെ പേജിലുള്ളത് പറയാത്തേ, അതൊന്നും അവർക്ക് അറിയില്ലല്ലോ. അതാണ് വൺ ഓഫ് അവർ ടെൻഷൻ. നമ്മളുടെ കയ്യിലുള്ള പേപ്പറിലുള്ള എല്ലാ കാര്യങ്ങളും പറയണമെന്നുള്ള വല്ലാത്തൊരു ടെൻഷൻ. അതൊരിക്കലും വേണ്ട, ഒരു ആവശ്യമില്ല. അത് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ നിങ്ങളൊരു സുഹൃത്തിനോട്, അതിനാണ് ഞാൻ പറഞ്ഞത് ക്യാമറയെ സുഹൃത്തായിട്ട് കാണാം, അത് സുഹൃത്തിനോട് സംസാരിക്കുന്ന രീതിയിൽ ജസ്റ്റ് എനിക്കറിയാലോ ഒരു സ്ട്രക്ചർ ചെയ്ത് വെച്ചിട്ടുണ്ട്, ആ സുഹൃത്തിനോട് പറയുന്ന രീതിയിൽ പറയാം. അപ്പൊ എല്ലാം ശരിയാവും. നമുക്ക് വേർഡ്സ് കിട്ടാത്തത് നമ്മളിത് ബൈ ഹാർട്ട് പഠിക്കാൻ നോക്കുന്നത് കൊണ്ടാണ്. ഓക്കെ 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 ഓക്കെ. അപ്പൊ ഓൺ ദാറ്റ് നോട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ എൻ്റെ കോൺടാക്റ്റും ഡീറ്റെയിൽസും ഒക്കെ ഞാൻ ചാറ്റിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഓൺ ദാറ്റ് നോട്ട് നമ്മുടെ കോഴ്സ് ഇപ്പം തന്നെ ഈ ഒരു മാസം തന്നെ വിത്തിൻ ദ നെക്സ്റ്റ് 1 വീക്കിൻ്റെ ഉള്ളിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവും. താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാം. ഓൾറെഡി സ്പോട്ട്ലൈറ്റ് സ്പീക്കേഴ്സിലൊക്കെ ജോയിൻ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അഡ്വാൻസ് സ്പീക്കർ ആവശ്യമുള്ളവരും കോൺടാക്ട് ചെയ്യാം. ഓക്കെ, ഓൺ ദാറ്റ് നോട്ട് നമുക്ക് ഈ സെഷൻ അങ്ങോട്ട് വൈൻഡ് അപ്പ് ചെയ്താലോ? താങ്ക് യു സോ മച്ച് ഡിയേഴ്സ്. രാവിലെ തന്നെ ഞാൻ ടൈമിങ് മാറ്റിയിട്ടും കുറേ പേര് ഇവിടെ എത്തിയിട്ടുണ്ട്. ഐ എം സോ ഹാപ്പി നിങ്ങൾ എല്ലാവരും ഇവിടെ വന്നതിൽ. താങ്ക് യു സോ മച്ച് ഡിയേഴ്സ്. ഹോപ്പ് ടു സീ യു ഓൾ വൺസ് അഗെയിൻ വെരി സൂൺ. താങ്ക് യു. ബൈ.